സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇന്ന് ചുമതലയേറ്റു. ജനനന്മ ഉറപ്പാക്കാൻ 20,000-ഓളം അംഗങ്ങളാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ഇടതുഭരണം അവസാനിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് ഇന്ന് ശ്രദ്ധാകേന്ദ്രമായത്. കോർപ്പറേഷനിൽ 101 കൗൺസിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ, പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയ പ്രധാന നേതാക്കളും എത്തി. പക്ഷേ തിരുവനന്തപുരത്തും പാലക്കാടും BJPക്ക് ആവശ്യമായ ഭൂരിപക്ഷം ഇല്ല. ഇവിടങ്ങളിൽ UDF LDF സഖ്യത്തിനുള്ള സാധ്യത അടഞ്ഞ അധ്യായമാണോ, അതോ BJPയെ തടയിടാൻ ഇടതു വലതു മുന്നണികൾ വൈര്യം മറന്ന് കേരളത്തിലും ഒന്നിക്കുമോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDFും UDFും കൈകോർക്കുമോ? BJPക്കെതിരെ രാജ്യവ്യാപകമായുള്ള ഇന്ത്യ മുന്നണി കേരളത്തിലും വരുമോ? കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ വിജയം നിർണായകമായ മാറ്റത്തിന് വഴിവെക്കുകയാണോ? ഇതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, ഇടത് വലതു മുന്നണികളുടെ ഒരു ഐക്യം കേരളത്തിൽ അടുത്ത കാലത്ത് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടോ? നമസ്കാരം. 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 അപ്പൊ ഇടതു മുന്നണികൾ പിന്നെ കോൺഗ്രസ് മുന്നണിയും കൂടിയിട്ട് അവിടെ പിന്തുണ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഭരണം ഒഴിവാകും. അപ്പൊ അത് വേണം വേണ്ടയാണെന്നാണ് എന്താണ് ശ്രീ മുഹമ്മദ് മഞ്ചേരി കരുതുന്നത്? അത് വേണം. കാരണം വെച്ചാല് അതങ്ങനെയാണ് ഇവിടുത്തെ പരിസ്ഥിതി കിടക്കുന്നത്. അപ്പൊ അതിന് ശക്തമായിട്ട് എതിർപ്പ് ഇടതുപക്ഷത്തിന്റെ അടുത്തുനിന്ന്. അപ്പൊ നാളിതുവരെ ഉണ്ടായ വൈര്യം മറന്ന് ഇവർ ഒന്നിക്കുമോ ശ്രീ മുഹമ്മദ് മഞ്ചേരി? അത് രാഷ്ട്രീയമല്ല സാറേ. സ്ഥായിയായി ശത്രുക്കളോ സ്ഥായിയായി മിത്രങ്ങളോ ഇല്ല, ഒന്നിക്കാം എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അത് ശരി സാറേ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുകയാണ്, പത്തനംതിട്ട. അനിയൻകുട്ടൻ, ഇത് കുറെ നാളായല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്, തിരക്കിലായോ? സാറേ നമസ്കാരം. എന്തു പറ്റി? കുറെ നാളായല്ലോ സാറേ. ഇടയ്ക്ക് ഒത്തിരി വിളിക്കായിരുന്നു, കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ കിട്ടുന്നില്ല. ഫോൺ കിട്ടുന്നില്ല, എടുക്കാതെ വന്ന് നിർത്തി. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ വന്നു, പിന്നെ അതിന്റെയൊക്കെ പുറകിലായിരുന്നു. അപ്പൊ പ്രചാരണത്തിനൊക്കെ ഇറങ്ങിയോ? അതെ, നല്ല പ്രചാരണമായിരുന്നു. ഞങ്ങളുടെ പഞ്ചായത്തില് ഭരണം പിടിച്ചു. UDF അല്ലേ അവിടെ പിടിച്ചത്? UDF ആണ് എല്ലായിടത്തും പിടിച്ചത്. ഞങ്ങൾ അതിനകത്തെ ഭരണം എല്ലാം കഴിഞ്ഞിട്ട് വന്ന് കയറി വീട്ടിലെ ടീമിലാണ് അതാ വിളിച്ചേക്കാതെ തന്നെയാണ് വിളിച്ചത്. അപ്പൊ ശ്രീ അനിയൻകുട്ടിന്റെ വാർഡിലും UDF ആണോ ജയിച്ചത്? ഞങ്ങളുടെ വാർഡ് ഈ പ്രാവശ്യം പോയി. ഞങ്ങളുടെ രണ്ടാം വാർഡ്, എനിക്കൊരു എട്ടുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ജയിച്ചില്ല, തോറ്റുപോയി. എന്താ സ്ഥാനാർത്ഥി ഇറങ്ങിയില്ലേ, ശക്തമായി രംഗത്ത് ഇറങ്ങിയില്ലേ? അത് ചെറിയൊരു വിഷയമുണ്ട് ഇവിടെ. അത് നമ്മൾ അതിനകത്ത് പരസ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഒന്ന് ജയിച്ചു, 2 ജയിച്ചു, 3 ജയിച്ചു, 4 ജയിച്ചു, എല്ലാം നല്ല തെരഞ്ഞെടുപ്പ്. 30 വർഷമായിട്ട് 10-15 വർഷം തദ്ദേശ സ്ഥാപനം മൊത്തം UDFന് കിട്ടി. പക്ഷേ അനിയൻകുട്ടിന്റെ വാർഡിൽ അനിയൻകുട്ടന്റെ പാർട്ടി തോറ്റു. അങ്ങനെ തോറ്റുപോയി. അവിടെ BJP ആണ് ഈ പ്രാവശ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഭരിച്ചോണ്ടിരുന്നത്, അവിടെ പിടിച്ചോണ്ടിരുന്നത് 30 വർഷമായിട്ട്. പക്ഷേ ഈ പ്രാവശ്യം BJP പിടിച്ചു. അപ്പൊ BJP തടയിടാൻ നിങ്ങളൊരു ഐക്യം പദ്ധതി ഇട്ടിരുന്നോ? എന്താ അങ്ങനെയൊന്നും നടന്നില്ലേ? അത് സാധ്യതയല്ലേ? ഞങ്ങളുടെ അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അവര് അങ്ങനെ വലിയ കൊമ്പത്തെ പുലികളായി പോയി. CPM-കാരോ? CPM-കാരോ? ഞാൻ പറഞ്ഞുകൊണ്ട് സംസാരിക്കും, നമുക്ക് ഇങ്ങനെ ഒക്കെയല്ല, BJP പിടിക്കരുത് എന്നൊരു അഭിപ്രായം ഞങ്ങൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 30 വർഷമായിട്ട് ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ ആരും സപ്പോർട്ടൊന്നും വേണ്ട എന്നുള്ളൊരു ധാർഷ്ട്യം. അപ്പോൾ ഒരു ഐക്യത്തിന് അവർ തയ്യാറായില്ല. ഫലത്തിൽ BJP ജയിച്ചു. പക്ഷെ വോട്ട് പോയത് ഞങ്ങളുടെ അല്ല, വോട്ട് പോയത് CPM-ന്റെ വോട്ടാണ് പോയത്. BJP വോട്ട് പോയത്. CPM-ന്റെ വോട്ട് BJP-യിലേക്കും പോയി. ഞങ്ങളുടെ വോട്ടും പോയില്ല. ഞങ്ങളത് പറയുന്നില്ല, ഞങ്ങളുടെ വോട്ടും പോയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് അതെ, അങ്ങനെ സംഭവിക്കും. അങ്ങനെ ഒരു അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അനിയൻകുട്ടൻ ഇങ്ങനെ ഒരു ഐക്യം കേരളത്തിലും വേണമെന്ന നിലപാടിലേക്ക് മാറിയോ? എന്താണ് ചിന്തിക്കുന്നത്? ഐക്യം വേണമെന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ പിണറായി സർക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ അച്യുതാനന്ദൻ, നമ്മുടെ ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ സാറോ EK സാറോ ഭരിച്ചുപോലല്ല ഇവിടുത്തെ ഭരണം പോയത്. അതിന്റെ ഇവര് ഏറ്റവും കൂടുതൽ BJPയെ കൊണ്ടുവരാനുള്ള കാരണമാണ്. അതായത് സാറിനൊക്കെ അറിയാലോ, നിങ്ങളൊക്കെ തന്നെയല്ലേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇട്ട് വരുന്നത്, തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓരോ വാർത്തകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മളല്ലേ. പക്ഷെ ഞങ്ങള് അങ്ങനെയാണ്. ഞങ്ങളിപ്പം എന്താ പറയുക, നമ്മൾ മതേതരത്വമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാം മതേതരത്വമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അവരെ ഇപ്പൊ എന്ത് പറഞ്ഞാലും അവർ സമ്മതിക്കുകയാണ്. സമ്മതിക്കുന്നില്ല, അതാണ് പ്രശ്നം. സമ്മതിക്കാതിരിക്കുവായിരുന്നെങ്കിൽ BJP വാർഡ് പിടിക്കത്തില്ല. അത് കാരണം ഞങ്ങൾക്കും ചോർച്ച ഉണ്ടായി, ഇരട്ടി ചോർച്ച അവർക്കും ഉണ്ടായി.
അത് കാരണം BJP ഇവാർഡ് പിടിച്ചു. CPM 30 വർഷമായിട്ട് അങ്ങനെ ഞങ്ങള് UDF പിടിച്ചോണ്ടിരിക്കുമ്പം 26 തൊട്ട് 16 തൊട്ട് 10 തൊട്ടിനൊക്കെ അവർ ജയിച്ചോണ്ടിരുന്നത്. അത് ആ സ്ഥലം ഏതാ? അനിയൻകുട്ടൻ്റെ സ്ഥലം ഏതായിരുന്നു? ഏഴുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ്. 2ാം വാർഡ്. ഓ ശരി. അപ്പോൾ ഓക്കെ, എന്നാൽ വ്യക്തമാണ്. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. സൂപ്പി എന്നോടൊപ്പം ചേരുന്നുണ്ട് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, നമസ്കാരം. അവിടെ സത്യപ്രതിജ്ഞ നടന്നോ സൂപ്പി? നമസ്കാരം. 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 കാരണം കുറെ കാലം നമ്മളൊരു ബന്ധപ്പെട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ച് വന്നത് ചോദിച്ചാൽ ഈ ആളെ പിന്നെ മനു സാറ് ഇലക്ഷൻ മത്സരിക്കാൻ പോയതാണ്. അല്ല പ്രചരണത്തിന് ഒരു അഡ്രസ് ഇല്ല. ഞാൻ കുറെ വിളിക്കാത്തത്. അങ്ങനെ ഒരു പ്രചരണം ആരോ ഇടയ്ക്കൂടെ പറയുകയും ചെയ്തല്ലേ? ഞാനോ ആരോ എൻ്റെ ബന്ധുക്കളിലോ ഭാര്യയോ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോയി, അതുകൊണ്ടാണ് എന്നെ കാണാത്തത്. ഞാൻ സത്യത്തിൽ വേറൊരു ചികിത്സാർത്ഥം പോയതാ കേട്ടോ. അതെയാ. അപ്പൊ അതിനുശേഷം നമ്മൾ സംസാരിച്ചില്ല അല്ലേ? ദീർഘകാലമായി ഞാൻ ഓരോ തരത്തിലായി ഇടങ്ങോടെ അങ്ങനെ. പ്രചരണത്തിന് ഇറങ്ങിയോ ഇത്തവണ? പ്രചരണത്തിനറിയില്ല, ഞാൻ ന്യൂട്രലായിരുന്നു. അതെ. അപ്പൊ LDF തോറ്റു. LDF ആണ് കഴിഞ്ഞ വർഷം ഭരണത്തിലുള്ളത്. ഇത്തവണ തോറ്റ അവിടെ ആര് ജയിച്ചു? അപ്പൊ വാർഡില് അവിടെ UDF 16 സീറ്റ് കിട്ടി. ലീഗിന് 14, 2 കോൺഗ്രസ്. അത് എവിടെയായിരുന്നു? സ്ഥലം എവിടെയായിരുന്നു? വെള്ളമുണ്ട പഞ്ചായത്ത്. വെള്ളമുണ്ട പഞ്ചായത്ത്. അങ്ങ് വെള്ളമുണ്ടയിലാണല്ലോ. അപ്പോൾ വെള്ളമുണ്ട പഞ്ചായത്തിൽ UDF കിട്ടി. അതെ അതെ. അത് പക്ഷെ അവിടെ UDF ഒരു കേന്ദ്രമല്ലേ വെള്ളമുണ്ട അല്ലേ? പക്ഷെ മാറി മാറി മാറി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ശ്രീ സൂപ്പി, ഒരു ഇടത് വലത് കൂട്ടുകെട്ട് കേരളത്തിൽ പതുക്കെയെങ്കിലും ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഉരുത്തി വരണല്ലോ. കാരണം BJP തടയിടാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ കോൺഗ്രസിന് വിശ്വസിച്ചിടാം. കോൺഗ്രസ് ഇടക്കിടക്ക് BJP ആയിട്ട് രഹസ്യധാരണ ഉണ്ടാവും. കാരണം ഈ നമുക്കറിയില്ലേ, സജീവമാണോ അവര് തമ്മിൽ? ശശി തരൂരൊക്കെ കളിക്കുന്നതല്ല. അതുപോലത്തെ ആൾക്കാരൊക്കെ കോൺഗ്രസിൽ നയിച്ചുകൊണ്ട് എന്താ ചെയ്യാവോ? അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പൊതു നിലപാട് പറയുകയല്ലേ, അല്ലാതെ അദ്ദേഹം അത് അങ്ങനെയാണ്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിലെ ലീഡർഷിപ്പിലെ ആള്. അപ്പൊ അതങ്ങനെ അയാൾ അങ്ങനെ ഒരു പാർട്ടി BJP ശക്തിയുക്തമായി എതിർക്കുന്നില്ല എന്നാണ് ശ്രീ സൂപ്പിയുടെ. അതെ 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 അതെ. ഞാൻ പറഞ്ഞ LDF ശരി വരണം. കാരണം UDF LDF വരണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഞാനൊരു കോൺഗ്രസ് CPM അനുഭവിയാണ്, പഴയ കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ശരി, അത് കൊള്ളാം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ പ്രദീപ് എന്നോടൊപ്പം ചേർന്നു ഇടുക്കിയിൽ. ശ്രീ പ്രദീപ് കേൾക്കാമോ? അപ്പൊ ഈ സത്യപ്രതിജ്ഞയൊക്കെ കാണുമ്പോൾ ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ, ഒരു തന്ത്രപരമായ ഒരു രാഷ്ട്രീയ മാറ്റം മറ്റിടങ്ങളിൽ ഉണ്ടായ പോലെ വരാനുള്ള സാധ്യത പ്രദീപ് കാണുന്നുണ്ടോ? ഒട്ടും കാണില്ല. മാത്രമല്ല കേരളത്തിൽ നടക്കില്ല. കേരളത്തില് ഈ LDF UDF ഒന്നിക്കില്ല. കാരണം UDF ഭരണം കിട്ടി കഴിഞ്ഞാൽ മൊത്തം കുളവാക്കില്ല. ഇപ്പൊ തന്നെ PF ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ ടീച്ചറെന്ന് പറഞ്ഞത്. ഈ കോൺഗ്രസിന്റെ ഭരണം പോയി കഴിഞ്ഞാണല്ലോ മൊത്തം കുളമായി നാശമായി പോകും. അതിൽ എന്തോറുമ്പോ LDF അത് കാര്യം കുറച്ച് കട്ട് കുടിക്കുന്നില്ല, രാജ്യത്തെ വെച്ച് കുടിക്കുന്നില്ല. അത് കാര്യം ഉറപ്പാ. ഇനി BJP ആയിരിക്കും ഭരിക്കാൻ പോണല്ലേ. അത് നിങ്ങൾ ഒന്നിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാണോ? ചുമ്മാ BJPക്കാർ അവരെ ഒന്നിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാണോ? LDF UDF ഒന്നിക്കില്ലെന്നേ. LDF ഉള്ള കാര്യം പിടികിട്ടി. ഈ UDF ആയിട്ട് ഒന്നിച്ചാൽ ഉള്ളത് ഇല്ലാണ്ടായി പോകും. ശരി. ഓക്കെ, വ്യക്തമാണ്. അഭിപ്രായം കൃത്യമാണ്. അപ്പൊ സുരേഷ് കുമാർ എന്നോടൊപ്പം ചേരുന്നത് മാവേലിക്കരയിൽ നിന്നാണ്. ശ്രീ സുരേഷ് കുമാർ, രാജ്യവ്യാപകമായി ഇന്ത്യ മുന്നണി ഉണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് കൂടുതൽ ശക്തമാകുമെന്ന ഒരു സൂചനയാണ് അവിടെ നിന്നൊക്കെ ലഭിക്കുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണി പ്രായോഗികമാകാത്ത ഒരു സ്ഥലമായിരുന്നു കേരളം. ഇനി അത് പ്രായോഗികമാക്കേണ്ടി വരും എന്ന് കരുതേണ്ടതുണ്ടോ? നമസ്കാരം. സാറേ, ഞാൻ ഇപ്പം 2 തവണയായിട്ട് മറ്റേ സാറുമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. സാറുമായിട്ട് ആദ്യമായിട്ടാ. അതെ. അപ്പൊ സുരേഷ് കുമാറിന്റെ വീട് എവിടെയാണ്? മാവേലിക്കരയിൽ ചെന്നിത്തല പഞ്ചായത്ത്. ചെന്നിത്തലയുടെ നാടാ. പക്ഷെ അവിടെ UDF മേൽക്കൈ കിട്ടിയോ ഇത്തവണ? ഇല്ലല്ലോ. സുരേഷ് കുമാർ കേൾക്കാം. അവിടെ UDF മേൽക്കൈ കിട്ടിയോ? ഇല്ലില്ല, 5 സീറ്റേ ഉള്ളൂ. 7 5 7 UDF 7 LDF BJP. അപ്പൊ അവിടെ ഒരു BJPയെ പിന്നെ തടയിടാൻ എന്തെങ്കിലും ഒരു ഐക്യം വരുമോ? അതോ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടെ? ഇവിടെ കഴിഞ്ഞ 2 ടേം പഞ്ചായത്ത് UDF-ഉം LDF-ഉം കൂടെ ഭരണം. UDF LDF-നായിരുന്നു കഴിഞ്ഞ നമ്മുടെ മേൽക്കൈ. അവിടെ വൈസ് പ്രസിഡന്റ് LDF-ഉം UDF വൈസ് പ്രസിഡന്റുമായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് LDF-ന് ക്ഷീണം വന്നാലും BJP ആയിട്ട് അവർ രഹസ്യധാരണ എടുത്തോണ്ട് അടുത്ത അസംബ്ലി ഇലക്ഷന് BJP
സഹായിക്കും CPM-നെ. കാരണം പിണറായി വന്നാലേ അവർക്ക് BJP-ക്ക് കേരളത്തിൽ ഭരിക്കാൻ സീറ്റ് കൂടുതൽ കിട്ടാൻ ചാൻസ് നോക്കത്തുള്ളൂ. അത് ശരി. പിണറായി വിജയൻ വന്നാലും BJP-ക്ക് സാധ്യതയുള്ളതാണോ? ഉള്ള കാരണം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ BJP-യുടെ വോട്ട് സാർ നോക്കിയാട്ടെ. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ BJP-ക്കാരനെ ഞങ്ങളുടെ ഇവിടെ നമ്മുടെ മുൻ ഗോവാ ശ്രീരംപിള്ള ആദ്യം ഒരു ഉപതെരഞ്ഞെടുപ്പ് അനുസരിച്ച് അത് കഴിച്ച് അല്ലാതെ നിന്ന് ഉപതെരഞ്ഞെടുപ്പിന് കിട്ടിയതിന്റെ പകുതി വോട്ട് പോലും ശ്രീരംപിള്ളക്ക് കിട്ടില്ല. സജി ചെറിയാന് ഭൂരിപക്ഷം വളരെ കൂടുതലാണ്. ഹലോ, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം BJP-യും CPM-ഉമായിട്ട് ധാരണ തീർച്ചയായിട്ടും ഉണ്ടാവും. ധാരണയുണ്ടായിട്ട് അവരതാ ഈ പറയുന്നത്. UDF LDF വന്നാലേ പട്ടണം നന്നാകുന്ന സഖാക്കൾ പറയുന്നത് ഇവര് രഹസ്യ ധാരണയാണ്. അപ്പോൾ വ്യക്തമാണ്. ഇപ്പം ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രൻ നായർ, ഇപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു. ചിലരൊന്നും പങ്കെടുത്തിട്ടില്ല. ബോംബെറിഞ്ഞ കേസിലെ പ്രതികളും ജയിലിലായവരും ഒക്കെ അവിടെ ഇരുന്ന് ജയിലിനകത്ത് ഇരുന്നു. അവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ രാഷ്ട്രീയ സാഹചര്യം പോവുകയാണ്. ഏതായാലും ഈ ഒരു ഐക്യത്തിൻ്റെ ഒരു സൂചന പ്രതിപക്ഷ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മുന്നണി സഖ്യകക്ഷികളായി ഇവിടെ കേരളത്തിലുള്ളവർക്കിടയിൽ ഉണ്ടാകും എന്ന് ഏതെങ്കിലും തരത്തിൽ സംശയിക്കേണ്ടതുണ്ടോ? മനു സാർ നമസ്കാരം. നമസ്കാരം സാർ. വിളപ്പിൽ പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു. പോയോ? എല്ലാ യുവജനങ്ങളാണ്. അതുപോലെ തന്നെ പൊതുവെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും യുവജനങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വന്നേക്കുന്നത്, ചെറുപ്പക്കാര്. അവരിൽ നിന്നും എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ഭരണം നമ്മൾ പ്രതീക്ഷിക്കാം. ഞാൻ ശ്രീ ചന്ദ്രൻ നായർ ഈ വയസ്സായവരോട് എന്താ എത്ര വിശേഷം? അവരും കുറച്ച് അങ്ങനെയല്ല സാർ, യുവജനങ്ങളാണ് ഇനി വേണ്ടത് സാർ. നമ്മളെ പോലെ ഉള്ളവരൊക്കെ എന്താണെന്ന് വെച്ചാൽ അല്പം മുന്നിലേക്ക് മാറുക. യുവജനങ്ങൾ വരട്ടെ, അവരുടെ കാലഘട്ടമാണ് സാർ. അല്ല, അങ്ങനെ നമ്മൾ അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണോ ശ്രീ ചന്ദ്രൻ നായർ? നമുക്ക് വേണ്ടേ? അല്ല സാർ, അതിനകത്ത് വേറെ ചില ഒരുപാട് കാര്യങ്ങളുണ്ട് സാർ. അതാണ് എന്റെ അനുഭവങ്ങളിൽ വെച്ചിട്ടെന്ന് വെച്ചാൽ യുവജനങ്ങളാണ് ഇനി എന്താന്ന് വെച്ചാൽ നമ്മളെ രാജ്യത്തിന്റെ സ്റ്റിയറിംഗ് തിരിക്കേണ്ട അവര് തന്നെയാണ് സാർ. അങ്ങനെ ഒരു യുവജനത്തെ ഏൽപ്പിച്ചിട്ടാണ് ഈ കോർപ്പറേഷൻ പോയതെന്നുള്ള ആരോപണം ഇപ്പോൾ CPM നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. സാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവര് വീണ്ടും എന്താ ചെറുപ്പക്കാരെയല്ലേ നിർത്തിക്കുന്നത്? അതെ, ശരി. അതെ അതെ സാർ. ഇപ്പൊ വെളുപ്പിന്റെ കാര്യം തന്നെ എടുക്കാം. BJP 11, മറ്റു രണ്ട് കക്ഷികളും 11. അപ്പൊ 11 22. അപ്പോ ഈ 11 BJP-ക്കാണ്. അപ്പൊ എങ്ങനെ അവർ ഭരിക്കണമെന്നുണ്ടെങ്കിൽ സാർ ഒരാളിനെയും കൂടെ കിട്ടുന്നേ, ഒരാളും കൂടെ കൂടുതൽ വേണ്ടേ? അപ്പൊ അവർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവും, LDF UDF ഐക്യം എന്ന് പറയുമ്പോൾ വെച്ചാൽ CPM-ൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഒരാൾ വന്നാൽ മാത്രമേ ഇവർക്ക് 11-ന്റെ കൂടെ ഒന്നും കൂടെ ചേരുമ്പോ ഇപ്പൊ പപ്പാതിയാണല്ലോ, ഒരാളിനെ കൂടെ അവര് സംഘടിപ്പിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയാണ് സാർ. എല്ലാം ചെറുപ്പക്കാരാ, നല്ലതാണത്. പക്ഷേ ഇവർ തമ്മിൽ ഐക്യം ഇല്ലാതായത് അസ്ഥിര ഭരണമായി പോവുമോ ശ്രീ? ഇല്ല സാർ, അങ്ങനെ സംഭവിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ യുവജനങ്ങൾ എന്ന് പറയുമ്പോൾ അവരെല്ലാം നല്ല കഴിവുള്ളവരാണ് സാർ. പിന്നെ നമ്മൾ വിചാരിക്കും പോലെ ഒന്നും അല്ല സാർ ഇപ്പോഴത്തെ പിള്ളേര്, മിടുക്കന്മാരാണ്. നമ്മൾ അതിനകത്ത് ഇടയ്ക്ക് കയറി കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. ശരി, വ്യക്തമാണ് താങ്കളുടെ. അപ്പം സന്തോഷ് എന്നോടൊപ്പം ചേരുന്നു കാസർഗോഡ്. അപ്പം സന്തോഷേ, പലയിടങ്ങളിലും BJP നിർണായക ശക്തിയാവുകയാണ്. ഇവർക്കെതിരെ എന്താണ് ഒരു രാഷ്ട്രീയ നിലപാട് എന്ന് പറയേണ്ട ഒരു ആവശ്യം രണ്ട് മുന്നണികൾക്കും വരികയാണ്. സന്തോഷിന് തോന്നുന്നുണ്ടോ ഒരു ധാരണ ദേശീയ തലത്തിലുള്ളതുപോലെ കേരളത്തിലേക്കും വരേണ്ട സാഹചര്യമായെന്ന്? സാറ് പറഞ്ഞ യുവജനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രശ്നം പറഞ്ഞപ്പോഴും പിന്നെ തിരുവനന്തപുരം മേയറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു ഇത് പറഞ്ഞു. അവിടെ യുവജന മേയറെ നിർത്തിയിട്ട് തോറ്റു എന്നുള്ളത്. അതിനെന്തോ സാർ, അമേരിക്കയിൽ ജയിച്ചില്ലേ ഈ പിന്നെ യുവജന നേതാവിനെ കണ്ടുകൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അമേരിക്കയിലെ മേയറുണ്ടായില്ലേ, അതുപോലെ. ശരി, അല്ല ഞാനല്ല കേട്ടോ ഇത് തോറ്റെന്ന് പറഞ്ഞ്, ഞാനല്ല, അവരുടെ തന്നെ ഒരു കൗൺസിലറാണ് ഇത് എഴുതിയിട്ടത്. കൗൺസിലർ തന്നെയാണ് തോറ്റ അന്ന് തന്നെ പബ്ലിസിറ്റി ആക്കിയത്. പിന്നെ ഇന്ന് പിന്നെ എവിടെയോ ഒരു ഞാൻ ഇതിപ്പോ വാർത്തയിൽ കേട്ടതാണ്, എവിടെയാണെന്ന് എനിക്കറിയില്ല, ഒരു സത്യപ്രതിജ്ഞ നടന്ന ധീര ബലിദാനികളുടെ പേരിലും കൂടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതൊരു വിവാദമായിട്ടുണ്ട്. അപ്പം ഒരിക്കലും ഇപ്പൊ ജനങ്ങൾ ഭരണം ഏൽപ്പിച്ചതാണ്. അപ്പം അതിന് കോൺഗ്രസും പിന്നെ CPM കൂടെ ചേർന്നിട്ട് ഭരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടും കൂടെ യോജിച്ചിട്ട് BJP ഭരിക്കട്ടെ, പ്രതിപക്ഷമായിട്ട് നിന്നാ മതിയല്ലോ, അങ്ങനെ നിൽക്കാലോ. ഒരിക്കലും ഒന്നിച്ച് ഭരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത് പറയും ഈ സ്വർണ്ണക്കട്ടലും അതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കള്ളന്മാർക്ക് കൂട്ട് പറയാൻ പറ്റുമോ?
ഇല്ലല്ലോ. പിന്നെ ഒരു പ്രശ്നം പറയുന്നുണ്ട് യു ഡി എഫിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ BJPക്ക് അന്തർധാരയാണ്. ഈ തൃശ്ശൂർ ഉണ്ടാക്കി കൊടുത്തതാരാ? ഇപ്പം PM3 മധുവൊക്കെ ഒപ്പിട്ട് ഇവരെ തന്നെ CPIനെ പറ്റിച്ചതാരാ? ആരാണ്? LDF CPM അല്ല പറ്റിച്ചിരുന്നത്. അപ്പൊ കോൺഗ്രസിന് അങ്ങനെ കുറ്റം പറയണ്ട. 25 വർഷമായിട്ട് കൊല്ലം ജില്ല ഭരിച്ചു. എന്തുണ്ടായി? ഇപ്പം പത്തനംതിട്ട എന്തായി? ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇത് വർഗീയതയോ മറ്റതും മാത്രമല്ല, ഭരണം കിട്ടുമ്പോഴുള്ള അഹങ്കാരം കൊണ്ടാണ് ജനങ്ങൾ പൊറുതിമുട്ടി. AC കാറിലും അലിയിലും നടക്കുന്നവർക്ക് അറിയില്ല താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ അവസ്ഥ. അവര് തിരിച്ചുകുട്ടി. 5 വർഷമേ ഉള്ളൂ ഇവർക്ക്. 5 വർഷം കഴിഞ്ഞ ജനങ്ങളാണ് രാജാക്കൾ. അവര് തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന്. അവര് ഭരിക്കാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാം. ഓക്കെ, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബിനോയ് ഉണ്ട് കൊല്ലത്തുനിന്ന്. ബിനോയുടെ അഭിപ്രായം വളരെ പ്രസക്തമാണ്. ബിനോയ്, ഇതിപ്പോൾ പലയിടങ്ങളിലും BJP നിർണായക ശക്തിയായി മാറുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ UDF-ന്? ഇതിവിടെ എന്ത് നിലപാടെടുക്കണമെന്ന്? നമസ്കാരം മനു. നമസ്കാരം. എന്ത് നിലപാടെടുക്കണമെന്നാ മനസ്സിലായില്ല, എന്ത് ചോദ്യം വ്യക്തമായില്ല. അല്ല, ഇപ്പോൾ പാലക്കാട് നഗരസഭ, അപ്പോൾ അത് കൂട്ടായി CPM-നൊപ്പം നിന്ന് BJP-യെ തോൽപ്പിക്കണോ, അതോ മാറി നിന്ന് ജനവിധി അങ്ങനെയായി ഇനി നമുക്ക് മാറി നിൽക്കാം എന്ന് തീരുമാനിക്കണോ, അതോ എങ്ങനെയാണ്? അല്ല, അത് മനു നേതൃത്വം തീരുമാനിച്ചിട്ട് ഞങ്ങള് പറയുന്നത് BJP-യെ ഒഴിവാക്കിക്കൊണ്ട് ഭരണം പോവുക. ഞങ്ങൾക്ക് എവിടെയും അധികാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ പുറത്തു നിന്നാണെങ്കിലും പിന്തുണയ്ക്കും. പക്ഷെ ഞങ്ങളുടെ ഒരൊറ്റ ലക്ഷ്യം BJP മുക്ത ഭാരതം, BJP മുക്ത കേരളം, BJP മുക്ത പഞ്ചായത്ത്, BJP മുക്ത കോർപ്പറേഷൻ, BJP മുക്ത ബ്ലോക്ക്. ഈ പറയുന്നത് കണക്ക് BJPക്ക് അകപ്പാട് 1 2 എവിടെയേ കിട്ടിയിട്ടുള്ളൂ. അതിനപ്പുറത്തൊന്നുമില്ല. അപ്പൊ അതിനെ ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം, അതിന്റെ കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനാണ്. പക്ഷെ ഒരു നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഉചിതമായ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കും. ഇപ്പൊ ജനവിധി എങ്ങനെയാണോ. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ പേടി ഉണ്ടോ? ഈ ആളുകളെ ഇപ്പൊ പിന്താങ്ങിയാൽ അത് പിന്നീട് അവരെ ന്യായീകരിക്കേണ്ടി വരുമെന്ന്? അല്ല, അങ്ങനെ പിന്താങ്ങിയാലെന്നല്ല, നേതൃത്വം ഓരോ സ്ഥലത്തും ജനവിധി ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പാലക്കാട് ആരാണോ ഏറ്റവും കൂടുതൽ കിട്ടിയത് അവര് വരട്ടെ. പിന്നെ ഞങ്ങൾക്ക് ഈ വർഗീയ കക്ഷികളുടെ പിന്തുണ ഒഴിച്ച് ബാക്കി ആര് ഈ പഞ്ചായത്തിലോ ബ്ലോക്കിലോ കോർപ്പറേഷനിലോ ഒക്കെ ചെയ്താലും ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്വീകരിക്കും. ചിലപ്പം അവരുടെ വ്യക്തിപരമായുള്ള തീരുമാനങ്ങൾ എടുക്കാം, ഏത് പാർട്ടിയിൽ നിന്നാലും. BJP-കാരനാണെങ്കിൽ ഞങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട. SDP-കാരാണെങ്കിൽ ഞങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ചെയർമാനോ ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പറിനോ ബ്ലോക്ക് പ്രസിഡന്റോ പഞ്ചായത്ത് പ്രസിഡന്റോ വോട്ട് ചെയ്യുന്നവര് ചെയ്തോട്ടെ. അവരുടെ മനസ്സാക്ഷി കുത്തെങ്ങനാണോ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ ഹിഡൻ തീരുമാനം, അജണ്ട, ഞങ്ങൾക്ക് ഓരോ വോട്ട് പോലും BJP-യുടെ ഒരു കൗൺസിലർമാരോ ഒരു ജയിച്ചു വന്ന മെമ്പർമാരോ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായവും KPCC-യുടെ തീരുമാനവും. മനസ്സിലായ? അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് BJP-യെ ഞങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. അപ്പൊ എന്നോടൊപ്പം വിക്രമൻ കൂടി ചേരുന്നുണ്ട്, ശ്രീ അരൂരിൽ. വിക്രമൻ, BJP-യെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് കോൺഗ്രസിന്റെ നയം. വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ CPI-യുമായി ഒരു ഐക്യത്തിനുള്ള സാധ്യതകൾ തുറക്കും എന്ന് ചില UDF-നെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സജീവ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ പറയുന്നു. ശ്രീ വിക്രമന് എങ്ങനെ തോന്നുന്നു? ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു ഐക്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? നമസ്കാരം സാർ. നമസ്കാരം. അടൂരല്ല, അടൂരാണ് സാറ്. അടൂരാണ്. അടൂർ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇവിടെ മുൻപ് സംസാരിച്ച ചില വ്യക്തികൾ പറഞ്ഞ ചെറുപ്പക്കാരുടെ ഇതുകൊണ്ട് യുവജനങ്ങൾ കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഇങ്ങനെ. അതല്ല, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാരുടെ പ്രാദേശികമായ ഉള്ള ആൾക്കാരുമായിട്ടുള്ള സമീപനവും സഹകരണം മോശമായതുകൊണ്ടാണ് ഓരോ വാർഡുകളും പോയത്. LDF-ന്റെ CPM-ന്റെ LDF-ന്റെ അവരെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാദേശികമായിട്ടുള്ള ബന്ധങ്ങളില്ലല്ലോ, അവരെ കാണത്തുമില്ല, അവരെ സഹകരിച്ചു. അല്ലാതെ യുവജനങ്ങളെ നിയന്ത്രിക്കുന്ന മേൽത്തട്ടിലുള്ള നേതാക്കന്മാരാ അവര് പറയുന്നത് ഇവർ ചെയ്യത്തുള്ളൂ. വിക്രമൻ പറയുന്നത് വിചാരിക്കുന്നത് യുവജനങ്ങൾ വരണമെന്നാണോ, അതോ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും വരട്ടെ? അല്ല, യുവജനങ്ങൾ വരണം. കാരണം പ്രായമുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ യുവജനങ്ങൾ വരണ്ടേ?
അതെ, അല്ല ഞാൻ പറയുന്നത് ഈ പ്രായമുള്ളവരെ അങ്ങ് മുഴുവൻ മാറ്റി നിർത്തണോ രാഷ്ട്രീയത്തിൽ നിന്ന്? മൊത്തം മുഴുവൻ മാറ്റാത്ത പ്രവർത്തന പാരമ്പര്യവും പ്രവർത്തിക്കാൻ കഴിവുള്ള ജനങ്ങളിൽ പൊതുസമ്മതരായ പ്രായമുള്ളവരെ കൂടെ നിലനിർത്തിക്കൊണ്ട് വേണം യുവജനങ്ങളെ കൂടെ പങ്കെടുപ്പിക്കാൻ. അങ്ങനെ തന്നെ വേണം. പിന്നെ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം പണ്ട് ഫസ്റ്റ് ആദ്യത്തെ UPA ഗവൺമെന്റിനെ പിന്നെ ഊർജ്ജമായിട്ടുള്ള ഒരു കാര്യത്തിൽ അന്ന് LDF പിന്നെ പിന്തുണ പിൻവലിച്ചു. അപ്പൊ എന്താ അറിയോ, ഇവരെ ഒരു മിനിമം പരിപാടിയുടെ പുറത്ത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മിനിമം പരിപാടിക്ക് അപ്പുറത്തെ ആടുവര് കോൺഗ്രസ്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് സാറേ. ഇപ്പൊ പറയുന്ന ഈ BJP അവര് ഭരിക്കാൻ ഭൂരിപക്ഷം അവര് കുറച്ച് നിങ്ങൾ പിൻവലിച്ചത് ഒരു മിനിമം പരിപാടി എന്ന് പറഞ്ഞാൽ സർക്കാരിനെ ഭരിക്കാൻ വിടണ്ടേ? അവർക്കുള്ളൊരു നയങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കണ്ടേ? അല്ല, ഈ ഒരു മിനിമം പരിപാടി ജനങ്ങൾക്ക് പിന്നെ പ്രയോജനകരമായ കാര്യങ്ങൾക്ക് അനുകൂലിച്ചില്ലേ സാറേ? ജനങ്ങൾക്ക് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി LDF അനുകൂലിക്കും. അതുപോലെ ഇവര് ഒരു വർഷം പഠിക്കട്ടെ സാറേ. അത് കഴിഞ്ഞ് ഇവർ രണ്ടുകൂടെ കൂടി പിന്നെ അവിശ്വാസം കൊണ്ട് ഇവരെ പുറത്താക്കട്ടെ. അന്നത്തെ ജനങ്ങൾ പഠിക്കട്ടെ. BJP ഒരു വർഷമൊക്കെ പഠിക്കട്ടെ. ഭൂരിപക്ഷം എല്ലാവരും പഠിക്കട്ടെ. അവര് പഠിച്ചിട്ട് പാലക്കാട് നിന്ന് രമേഷ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രമേഷ്, കുറച്ച് അവർ ഭരിക്കട്ടെ എന്നാണ് പറയുന്നത് ശ്രീ വിക്രമൻ. അപ്പോൾ ഭരിച്ചാൽ ജനങ്ങളുടെ ഇടയിലെ സ്വാധീനം വർദ്ധിക്കുമെന്നാണോ ശ്രീ രമേഷ് കരുതുന്നത്? അതോ ഭൂരിപക്ഷമില്ലാതെ അവർ പ്രതിസന്ധിയിലാകും, അപ്പോഴവരെ മറിച്ചിടാം എന്ന് കരുതുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അല്ല സാർ വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിലാണ് ഞാൻ ആൻസർ പറയുന്നത്. തമിഴ്നാട്ടിലാണ് ഞാൻ ആൻസർ പറയുന്നത്. കേരളത്തിന് പുറത്ത് എല്ലായിടത്തും ഇവര് സഖ്യമാണല്ലോ. അതാണല്ലോ ഇന്ത്യ മുന്നണി. അപ്പൊ പിന്നെ കേരളത്തിനകത്ത് സഖ്യം ആകുന്നതിൽ തെറ്റില്ല. പോകെ പോകെ തീർച്ചയായിട്ടും ഇവർക്കത് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ BJPയുടെ വളർച്ച അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ നിർണായക ശക്തിയാകുന്ന ഘട്ടങ്ങളിൽ ഇനി മുന്നണിയിലേക്ക് വരേണ്ടി വരും. അപ്പൊ ഈ തൽക്കാലമുള്ള ഇപ്പോഴുള്ള ഈ രാഷ്ട്രീയ വൈര്യമൊക്കെ മറന്നവർ ഒന്നിക്കുമോ? ഇവിടെ കേരളത്തിൽ അറിയാലോ, നമുക്ക് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ വലിയ നീണ്ട പരമ്പരയുണ്ട്. അതോടൊപ്പം ഇങ്ങനെ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ എല്ലാം ഉണ്ടല്ലോ. അല്ല സാർ, കേരളത്തിനെയും വെച്ച് 33 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചതല്ലേ CPM. ഇപ്പൊ CPM കോൺഗ്രസും ബംഗാളിൽ ഒന്നിച്ചല്ലേ. അപ്പൊ പിന്നെ കേരളം 10 വർഷമായില്ലേ തുടർ ഭരണം കിട്ടി. രണ്ട് ഭരണം മാത്രമല്ലേ കിട്ടിയുള്ളൂ. 33 വർഷം അടുപ്പിച്ച് ഭരിച്ചിട്ട് ഇപ്പൊ അവരവിടെ എന്തായി? ഇപ്പൊ കോൺഗ്രസിനെയും കൂട്ടുനിർത്തിയിട്ടാണല്ലോ അവര് മത്സരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ അങ്ങനെ വരുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അത് വരേണ്ടി വരും മിക്കവാറും. അതാണല്ലോ പ്രകൃതി നിയമം. മാറ്റം പ്രകൃതി നിയമമാണ്. ശരി, ഓക്കെ, വ്യക്തമാണ്. പ്രേംലാൽ എന്നോടൊപ്പം ചേരുന്നത് എറണാകുളത്ത് നിന്നാണ്. ശ്രീ പ്രേംലാൽ, എറണാകുളത്ത് എവിടെയാണ്? ഞാൻ തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ. അപ്പോ രാഷ്ട്രീയ നിരീക്ഷകനും ഒന്നുമല്ല. എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു വെച്ചാൽ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ BJP എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു TV ചാനൽ ഇന്റർവ്യൂവിന് പോലും ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ സംസാരിക്കാൻ പോലും BJP എന്ന് പറഞ്ഞാൽ നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരു പാർട്ടിയായിരുന്നു. അവരുടെ വളർച്ച ഇന്നൊരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും വലിയ ചർച്ചയ്ക്ക് വരെ ആകുമ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പോലെ ഒരു മുന്നണി ഈ പറഞ്ഞ പോലെ ഇന്ത്യ മൊത്തമായി, കേരളത്തിൽ മാത്രം അവർ ഒരിക്കലും അവർക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. വരുന്ന ഇലക്ഷനെ ഒരുമിച്ച് മത്സരിച്ചാൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ BJPയുടെ മുന്നിൽ പതറിപ്പോണ്ട അവസ്ഥ വരും. അതാണ് കാലം വരുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മറ്റേത് എത്ര കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടികൾ പോലും ഇപ്പം ഭയക്കുകയാണ് ഒരു പാർട്ടിയെ. BJP ഭയക്കുന്നുണ്ടോ രണ്ടുപേരും? തീർച്ചയായും അത് സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ല, അവരുടെ ഉള്ളിലെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഇതിലെല്ലാം ഒരു മാറ്റം വരണം. അല്ലാതെ ജനങ്ങൾ ഇപ്പം പണ്ടത്തെ പോലെ പാർട്ടി ഇതാണ് എന്നാ വോട്ട് ചെയ്യാന്നല്ല. ഇപ്പം പ്രായമായവരും യുവാക്കളും എല്ലാം അറിവുള്ളവർ. അല്ലാതെ പണ്ടത്തെ പോലെ അവർക്ക് വല്ല ചായ മട മേടിച്ചു കൊടുത്തപ്പോൾ വോട്ട് ചെയ്യുന്നവരൊന്നും ആരുമില്ല. എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. സോഷ്യൽ മീഡിയ ഉണ്ട്. എല്ലാവരും അറിവ് നേടുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കറിയാം അവർക്ക് സേവിക്കാൻ പോകുന്ന ആൾക്കാരാണ് ആരായിരിക്കാം. അവരുടെ ഒരു വോട്ട് കൊടുത്താലേ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ആരാണ്. ഇത് മനസ്സിൽ കണ്ടു തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പാർട്ടിക്കാരനാണ്, എന്റെ കുടുംബം പാർട്ടിക്കാരനാണെന്നും പറഞ്ഞ് ആരും വോട്ടിനൊന്നും ഇപ്പൊ ഇനിയുള്ള കാലത്ത് അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആശയങ്ങളിൽ കാലാതീതമായ മാറ്റം വേണം. എങ്കിൽ മാത്രമേ ഏത് പാർട്ടിക്കായാലും, ഇനി ഒരു പുതിയ പാർട്ടി ഉണ്ടായാൽ തന്നെ അവർക്കാണെങ്കിൽ തന്നെയും BJP എതിരാണെങ്കിൽ ഈ പറഞ്ഞ മാറ്റം കൊണ്ടുവരണം. ഒരു BJP ആണെങ്കിൽ തന്നെയും ഇപ്പം വരുന്നതിന് കാര്യം എന്താ? ജനങ്ങളുടെ ഇടയിൽ അവർക്കൊരു ആശയമുണ്ട്. അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നു. അവർ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ വിജയം വരുന്നത്. അവരും നാളെ എന്തെങ്കിലും മറിച്ച് ചിന്തിച്ചാൽ അത് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഏത് പാർട്ടിയാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും ജനങ്ങളുടെ ആശയങ്ങളിൽ അവർക്ക് വേണ്ട കാര്യങ്ങളിൽ മുന്നോട്ട് വന്നാൽ അവരെപ്പോഴും കൂടെ തന്നെ നിൽക്കും.
ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സുനിൽകുമാർ എന്നോടൊപ്പം സ്ഥിരം നമ്മളെ പ്രേക്ഷകൻ ചേർന്നിട്ടുണ്ട്. സുനിൽ നമസ്കാരം പറയുന്നുണ്ട്, ഞാനും നമസ്കാരം പറയുന്നു. അപ്പോൾ പ്രമോദ് നാണു മഹാരാഷ്ട്രയിലെ BJPയുടെ വിജയത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ തൂത്ത് എറിഞ്ഞു മറ്റുള്ളവരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രമോദ് നാണു ഒക്കെ വലിയ ആവേശത്തിലാണ്. അവിടെ മഹാരാഷ്ട്രയിലെ ലോക്കൽ ബോഡി ഇലക്ഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ. ജയകുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ അരുന്ധതി നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി, ഹായ് മനു, നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. നമസ്കാരം. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരൊക്കെ ഉണ്ട്. അപ്പോൾ സുനിൽകുമാർ പറയുന്നത് കേരളത്തിന് പുറത്ത് ഇവർ എന്നേ ഒന്നായതാണ്. ഇവിടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുന്നു, ജയിക്കുന്നത് കൊണ്ട് ഇങ്ങനെ തുടരുന്നു. ഭാവിയിൽ ഇവിടെയും ഇന്ത്യ സഖ്യം ഉണ്ടാകും എന്നാണ്. BJP വളരുന്നുണ്ട് എന്ന് പറയുന്നു. അതെ, അപ്പോൾ ക്രിസക്കിയുണ്ട് കേട്ടോ. ഹായ് മനു എന്നൊക്കെ എന്നോട് വിളിക്കുന്നു. ഹോപ്പ് ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്രിസങ്കി പറയുന്നത് LDFും UDFും ഒന്നിച്ചു വരട്ടെ. മൈ ഒപ്പീനിയൻ ഈസ് ലെറ്റ് LDF ആൻഡ് UDF കം ടുഗെദർ എന്ന് എനിക്ക് അയക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഐ എം ഡൂയിങ് ഗുഡ്. അപ്പോൾ ക്രിസ്ത്യനും എൻ്റെ പിന്നെ എല്ലാവിധ ആശംസകളും. അവിടെ സുഖമായിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രഘുനന്ദനൻ, തിരുമുല്ലവാരത്ത് ഉള്ള നമ്മുടെ രഘുനന്ദനൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഇടതുപക്ഷം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ല, പ്രതിപക്ഷ സ്ഥാനത്തിരിക്കും, അതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗൗതം കാസർഗോഡുകാരനാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു നേതാവിന് മരണം വരെ ഒരു സ്ഥാനം കൊടുക്കുന്ന പാർട്ടിയല്ലേ അത് എന്ന് ഗൗതം പരിഹസിക്കുന്നതാണ്. പക്ഷേ ആളുകൾ ജയിപ്പിക്കുന്നതല്ലേ, നമ്മളെന്ത് ചെയ്യാൻ പറ്റും. ബ്ലൈറ്റി ഡേയ്സ് UK നിന്ന് നമുക്കൊപ്പം യൂട്യൂബിലുണ്ട്. ഇടതും വലതും ഒരുമിച്ചാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ BJPക്ക് ഗുണം ചെയ്യും എന്നൊരു നിരീക്ഷണമാണ്. അപ്പോൾ ബ്ലൈറ്റി ഡേയ്സ് UK ജോലി ചെയ്യുന്നത്, വല്ലപ്പോഴുമാണ് നാട്ടിൽ വരുന്നത്. പക്ഷേ നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട്. മാത്രമല്ല വളരെ വളരെ വസ്തുനിഷ്ഠം, വളരെ ക്രിയാത്മകമായിട്ടുള്ള, വളരെ സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷം ഒരു പ്രതികരണം നടത്തുന്ന ആളെ പോലെ ആണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതുകൊണ്ട് ഞാൻ വളരെ പ്രാധാന്യം കൊടുത്താണ് അത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഷീജ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. മനു, ഒരു ദിവസം SIRന് മാത്രമായി ചർച്ച മാറ്റിവെക്കണം എന്നോട് ഗൗതം പറയും. നമുക്കൊരു ദിവസം ചർച്ച ചെയ്യാം. SIR നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഗൗതമിന് അന്ന് ഫോൺ കിട്ടിക്കാണില്ലായിരിക്കും. നമുക്കൊരു ദിവസം ചർച്ച ചെയ്യാം. അപ്പോൾ പ്രേംലാൽ ഇപ്പോൾ BJPയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ശ്രീ കുഞ്ഞാമത് എന്നോടൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. കുഞ്ഞാമത് ഒരു പാർട്ടി മെമ്പർ കൂടിയാണ്. ശ്രീ കുഞ്ഞാമത് കേൾക്കാമോ? എന്ത് പറ്റി? എനിക്ക് തോന്നുന്നു TV യിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ ശ്രീ കുഞ്ഞാമതിലേക്ക് വരാം. ഏതായാലും UDFിൽ നിന്ന് നമുക്ക് കേട്ടോ. നമസ്കാരം. അപ്പോൾ അവിടെ എങ്ങനെയുണ്ട്? സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞോ ശ്രീ കുഞ്ഞാമത് കോഴിക്കോട്? ഇവിടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഞാൻ പോയി കണ്ടിക്ക്. ഇപ്പൊ കഴിഞ്ഞ് ഇപ്പം 27-ാം തീയതി പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നുണ്ട്. അതിങ്ങനെ വാർത്ത നടക്കുന്നുണ്ട്. അതെയോ? എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഞങ്ങൾ തന്റെ അടുത്തുകൂടെ പറയുന്നു, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPന്റെ ഒരു വോട്ട് പോലും മേടിച്ചിട്ട് കേരളത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും വേണ്ട. ഞങ്ങൾക്ക് ഈ പാർലമെന്റ് ഒരു കാര്യത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. കിട്ടിയാൽ അതും ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒറ്റ നിബന്ധന ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലൊന്നും വലിയ വിശ്വാസവും കാര്യങ്ങളില്ല. തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിടും. 1 ലക്ഷം കിട്ടിയാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. ഉത്തരവാദിത്തമാണ്. ഒരു കാര്യത്തിലും ഞങ്ങൾ ഈ വർഗീയതയ്ക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഗീതം പാടുക, പാസഞ്ചാണ്ട് കയറിക്കൂടുക, ആടിപ്പാടുക, എന്തെല്ലാം കോപ്പായ കണ്ടത് തിരുവനന്തപുരത്ത്. ഞാൻ ചോദിക്കുന്നത് ശ്രീ കുഞ്ഞാമത്, കോൺഗ്രസിനോട് അതേ നിലപാട് തന്നെയാണോ പാർട്ടി പ്രവർത്തകർക്കുള്ളത്? ഒരു കോൺഗ്രസിന് യാതൊരു സത്യവും കേരളത്തിലായില്ല. അതിലേഞ്ച് അടിസ്ഥാനത്ത് നമ്മൾ ഇന്ത്യ മുന്നണിയും പല മുന്നണിയല്ലുണ്ട്. അത് വേറെ കാര്യമോ? ഈ കേരളത്തിലേക്ക് BJP അല്ല ഒടയതമ്പുരാൻ വന്നാൽ ഞങ്ങൾ ഒരു കക്ഷിയായിട്ട് ഒരു ബന്ധവുമില്ല. ഇവരെ പറയാനുള്ളൂ. ശരി, ഓക്കെ, വ്യക്തം. ശ്രീ റഷീദ് കൊയിലാണ്ടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദ് കൊയിലാണ്ടിക്ക് എന്തായാലും BJP ഒരു സ്ഥാനത്ത് ഇരിക്കുന്നതിനോട് താല്പര്യം കാണില്ല. പക്ഷേ LDF തയ്യാറല്ല കേട്ടോ. അവർ ഇപ്പോൾ പലരും എന്നോട് സംസാരിക്കും പറയുന്നത് വേണ്ട, UDFുമായി ഒരു സഖ്യവും വേണ്ട എന്നാണ്. അത് ശ്രീ റഷീദ് കൊയിലാണ്ടി എങ്ങനെയാണ് ആ ഒരു നിലപാടിനെ നോക്കിക്കാണുന്നത്? അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭരണവിരുദ്ധ തരംഗം അലയടിച്ചപ്പോഴും എല്ലാ സർവ ഇടതുപക്ഷ കോട്ടകളും തകർന്ന് തരിപ്പണമായി. പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ UDF തുളച്ചു കയറി എന്നാണല്ലോ നമുക്ക് ഫലം നമ്മളോട് പറയുന്നത്. എന്റെ മണ്ഡലം കൊയിലാണ്ടി നിയോജക മണ്ഡലമാണ്. കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ നേരത്തെ ഒരു മുനിസിപ്പാലിറ്റിയും 4 പഞ്ചായത്തും ഭരിച്ച പാർട്ടിയാണ് LDF. ഇന്ന് ഈ 4 പഞ്ചായത്തുകളിൽ
3 പഞ്ചായത്തും UDF-നും, ഒരു പഞ്ചായത്തിൽ സമാസമവും. ഞാൻ എന്റെ പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന മൂടാടി പഞ്ചായത്തിൽ 10-10 അതേപോലെ മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ UDF ഭരിച്ച പയ്യോളി നിലനിർത്തുകയും കൊയിലാണ്ടി ഇടതുപക്ഷം നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങയുടെ പഞ്ചായത്തിൽ BJP ജയിച്ചിട്ടുണ്ടോ? എവിടെ? ഇല്ല, BJP അങ്ങയുടെ പഞ്ചായത്തിൽ ഇല്ല. ഇല്ല. ഞങ്ങളുടെ പഞ്ചായത്തിൽ BJP ഇല്ല. പക്ഷെ മുനിസിപ്പാലിറ്റിയിലുണ്ട്. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ BJP ജയിച്ചിട്ടുണ്ട്, കുറഞ്ഞ സീറ്റിൽ ജയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ LDF ആണ് ഭൂരിപക്ഷം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴേ ഞങ്ങള് കൊയിലാണ്ടി മണ്ഡലത്തിൽ അത്ഭുതകരമായ മുന്നേറ്റം നടത്തിയത് UDF. അത് 3 പഞ്ചായത്ത് ഇപ്പൊ അവർക്കില്ല. തിക്കോടി പഞ്ചായത്ത്, അതേപോലെ തന്നെ ചേമഞ്ചേരി പഞ്ചായത്ത്, ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് ഒക്കെ, അതേപോലെ തന്നെ എന്റെ മൂടാടി പഞ്ചായത്ത് 30 കൊല്ലമായിട്ട് മൂടാടി പഞ്ചായത്ത് LDF ഭരിക്കുന്നത്. ഈ പറഞ്ഞ പഞ്ചായത്തുകളൊക്കെ LDF ഭരിച്ച പഞ്ചായത്താണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അതെല്ലാം ഒരു മഹാസംഭവമാണ്. കാരണം അവരുടെ അല്ല, അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മുടെ ചോദ്യം ഇതാണ്, ഞാൻ ആലോചിക്കുന്ന ഇതാണ്. അപ്പോൾ BJP വളരുന്നിടത്ത് ഒരു ചെറിയ ഐക്യം വേണോ ശ്രീ റഷീദ് കൊയിലാണ്ടി? അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഒന്നും ഒരു ഐക്യവും നിലവിലില്ലല്ലോ. അവരെ ഭരണ പരാജയം കൊണ്ടാണല്ലോ തിരുവനന്തപുരം നഷ്ടപ്പെട്ടത്. തിരുവനന്തപുരത്ത് വൻ മുന്നേറ്റം UDF നടത്തിയില്ല. 10 എടുത്ത് 19 വന്നില്ല. 10 സീറ്റിൽ നിന്ന് കോൺഗ്രസ് 19 സീറ്റിലേക്ക് വന്നു തിരുവനന്തപുരത്ത്. അതെല്ലാം വലിയ മുന്നേറ്റമായിരുന്നു. നല്ലൊരു മുന്നേറ്റം നടത്താനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഇപ്പോൾ 50-50 UDF-ഉം LDF-ഉം ഒന്നിച്ചാൽ തന്നെ 50, അവര് 50. ആ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നേതൃത്വം എന്താണോ തീരുമാനിക്കുക, ആ നേതൃത്വത്തിനോടൊപ്പമാണ് നമുക്കതിനൊരു പ്രത്യേക അഭിപ്രായങ്ങളൊന്നുമില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ശ്രീ പ്രേമൻ ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. ശ്രീ പ്രേമൻ പക്ഷേ ഇവിടെ പിണറായിലായിരുന്നല്ലോ, മടങ്ങിപ്പോയോ ചെന്നൈയിലേക്ക്? ചെന്നൈയിലാണ് ഇപ്പോൾ ഉള്ളത്. ചെന്നൈയിലേക്ക് പോയി അല്ലേ? അപ്പോൾ ബന്ധുക്കളൊക്കെ വന്നെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പോയോ ദുബായിലേക്ക്? ഇല്ല, ഞാനും വൈഫും മാത്രമാണ്. മകന് ഇവിടെ ഇല്ല. മകൻ കാനഡയിലാണ്, മകനും വൈഫും. പിന്നെ മകളുണ്ട് നാട്ടില്, വടകരയില്. അപ്പൊ അങ്ങ് ചെന്നൈയിലേക്ക് മടങ്ങിപ്പോയി അല്ലേ? അതെ, മകളും മകളെ ഭർത്താവും അവിടെയുണ്ട്. ഞാൻ മടങ്ങി ചെന്നൈയില് തിരിച്ചു. മകളുടെ ഭർത്താവ് വന്നു എന്നല്ലേ അന്ന് എന്നോട് പറഞ്ഞു വിദേശത്ത്? അതെ, മകളെ ഭർത്താവ് ദുബായിൽ നിന്ന് വന്നിരുന്നു. അവര് നാട്ടിലുണ്ട്, ഇപ്പൊ നാട്ടിലുണ്ട്. നമ്മളൊരു 5 ദിവസം നാട്ടിൽ വന്ന്. അപ്പൊ അവരെ ഒരു ദിവസം ചെന്നൈയിലേക്ക് വിളിച്ച് അവിടെയൊക്കെ ഒന്ന് കറങ്ങായിരുന്നില്ലേ, മറീന ബീച്ചിലൊക്കെ? അതിന്റെ ഇടയിൽ ആടിയൊരു പിന്നെ ഡെത്ത് ഉണ്ടായിരുന്നു. അവരെ ബന്ധു ഒരാൾ മരിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അവിടെ എല്ലാം പിന്നെ ഒരു 10-15 ദിവസം ഓരോ ചടങ്ങുകൾ ഉണ്ടല്ലോ വടകര മേഖലയിൽ. അതുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോകില്ല. അപ്പൊ അവിടെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നാട്ടിൽ ചെന്നപ്പോ മനസ്സിലായി കാണും. ഇപ്പോൾ ഒരു ചിലയിടങ്ങളിലൊക്കെ BJP ഒരു നിർണായക ശക്തിയാകുന്നുണ്ട്. 1-2 സ്ഥാനങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ആരെ പിന്താങ്ങുന്നു, അവർ ജയിക്കുന്ന സാഹചര്യമുണ്ട്. ചിലയിടത്ത് അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷം സ്വീകരിക്കേണ്ട നയം എന്താണെന്നാണ് ശ്രീ പ്രേമൻ കരുതുന്നത്? തീർച്ചയായും കോൺഗ്രസുമായിട്ട് ഇപ്പം ദേശീയ തലത്തിൽ പിന്നെ കോൺഗ്രസുമായിട്ട് പിന്നെ ഐക്യം ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ അത് പ്രായോഗികമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പം പിന്നെ കോൺഗ്രസുമായിട്ട് യോജിക്കുക എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ല. കാരണം ഒരുപാട് അനുഭവിച്ച കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലുണ്ട്. കോൺഗ്രസിന്റെ പിന്നെ കിരാത വാഴ്ച, അക്രമം ഇതെല്ലാം സഹിച്ച് അങ്ങനെയുള്ള ഇതിനെല്ലാം പിന്നെ അക്രമത്തില് ഇത് പെട്ട് ആൾക്കാർ ഒരുപാട് കേരളത്തിലുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ അത് വിലപ്പോന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എവിടെയെങ്കിലും ചില സ്ഥലങ്ങളിൽ പിന്നെ ഇതുപോലെ പിന്നെ കോൺഗ്രസുമായിട്ട് ചില പിന്നെ BJP അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ധാരണ ഉണ്ടാക്കുന്നതിൽ അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ അത് കേരളത്തെ പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്റെ ആശംസകൾ മകളുടെ ഭർത്താവിനെയൊക്കെ അറിയിച്ചല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പൊ എന്നോടൊപ്പം കാവ്യ ചേർന്നിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇറിഡിയം തട്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യൂ. തിരുവനന്തപുരം പാറശാല ഏരിയയിൽ വ്യാപകമായ തട്ടിപ്പ് ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാൻ കാവ്യ, പേടിക്കേണ്ട. ശ്രീദേവി എന്നോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ആര് വേണമെങ്കിലും ഭരിക്കട്ടെ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ആരും മറന്നു പോകരുത് എന്നാണ് ശ്രീദേവി പറയുന്നത്. അപ്പോൾ അത് ശരിയാണ്, ജനങ്ങളുടെ വോട്ടാണ് സുപ്രധാനമായ കാര്യമാണ്, ആളെ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷേ ചില രാഷ്ട്രീയ നിലപാടുകൾ ശക്തമായി എടുക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് ഉത്തരവാദിത്വമുണ്ട്. ഏതായാലും ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം, എങ്ങോട്ട് പോകുന്നില്ല. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഷോർട്ട് ബ്രേക്ക്.
യെസ്, അപ്പോൾ പൊതുവെ തുടരുകയാണ്. എന്നോടൊപ്പം കൃഷ്ണൻകുട്ടി മണിമല ചേരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, രാജ്യമെമ്പാടും ഒരു ഐക്യമുണ്ട്. കേരളത്തിൽ ആ ഐക്യത്തിനുള്ള സാഹചര്യം കളമൊരുങ്ങുന്നുണ്ടോ? ചിലയിടങ്ങളിലുമൊക്കെ BJP ജയിക്കുന്നത് അത് ഇടതുമുന്നണിയെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? കോൺഗ്രസുമായി നേരത്തെ ഉള്ള വലിയ ആ നിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള സമീപനം മാറ്റിവെക്കേണ്ട സമയം വരുമോ? നമസ്കാരം. നമസ്കാരം. കുറേ ദിവസമല്ലേ കണ്ടിട്ട്? ഞാൻ കുറച്ച് ദിവസം, 2-3 ദിവസം അല്ലേ. ഞാൻ പിന്നെ കുറേ ദിവസം ഞാൻ ഉണ്ടായിരുന്നുകൊണ്ട് കിരൺ ബാബു ഉണ്ടായല്ലോ മറ്റു ദിവസങ്ങളിൽ. ബ്രേക്ക് എടുത്തോ അല്ലേ? അതെ അതെ. ഓക്കെ. നമ്മുടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അഖിലേന്ത്യാ സംവിധാനമാണ്. അപ്പൊ അങ്ങനെ ഈ ഇന്ത്യ മുന്നണി അഖിലേന്ത്യാ തലത്തിൽ രൂപീകരിക്കുമ്പോഴും പറഞ്ഞിരുന്നത് പ്രാദേശിക തലത്തില് അതാത് പാർട്ടികൾക്ക് തീരുമാനിക്കാം അവരുടെ ഐക്യം എങ്ങനെ വേണമെന്ന്. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാം, ഒന്നിച്ച് നിൽക്കണമെങ്കിൽ ഒന്നിച്ച് നിൽക്കാം എന്നൊരു തീരുമാനം അത് ആ സമയത്ത് തന്നെ ഉള്ളതാ. അതായത് സീതാറാം യെച്ചൂരിയൊക്കെ ഉള്ള സമയത്താണ് ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പൊ അന്നത്തെ ഒരു ധാരണ അങ്ങനെയാ. അതുകൊണ്ട് കേരളത്തില് കോൺഗ്രസിന്റെ മുന്നണി UDF-ഉം പിന്നെ LDF-ഉം മാറി വേറെ വേറെയായിട്ട് നിൽക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അതങ്ങനെ തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അവരുടെ സ്വന്തം ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ മത്സരിക്കും. എപ്പോഴെങ്കിലും അവർക്ക് ഒന്നിച്ച് നിൽക്കണമെന്ന് തോന്നുന്ന അവസരം ഉണ്ടായാൽ മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പൊ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സാധ്യത വരാൻ കാണുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് മുന്നിൽ ഉള്ളത് കൊണ്ട് തൽക്കാലം പറ്റില്ലെന്നാണോ, അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ BJP അധികാരത്തിലിരിക്കുന്ന 1-2-3 സ്ഥലങ്ങളിൽ എങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമം കൂട്ടായി ഉണ്ടാകുമോ? അങ്ങനെ ഒരു സാധ്യതയെ പറ്റി ഇതുവരെയായിട്ട് ഒരു ചർച്ച ഒരു ലെവലിൽ നടന്നിട്ടില്ല. അതായത് കേരളത്തിലെ സംസ്ഥാന തലത്തിലുള്ള പാർട്ടിയുടെ തീരുമാനങ്ങളൊന്നും അങ്ങനെ വന്നിട്ടുമില്ല. UDF-ലും അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഉടനെ വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ ഇത്രയും പറഞ്ഞ പോലെ വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ നികത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊരു വലിയൊരു അപകട നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുമില്ല. അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് ഓരോ മുന്നണിക്കും അവരവർക്ക് കിട്ടിയ പഞ്ചായത്തായാലും കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും അവർ ഭരിക്കട്ടെ. അവരുടെ ശക്തി അനുസരിച്ച് അവർ ഭരിക്കട്ടെ. ജനങ്ങൾ വിലയിരുത്താൻ പറ്റുമല്ലോ. ഓരോ പാർട്ടികളും വരും ദിവസങ്ങളിൽ അവർ പണിയെടുത്തിട്ട് അവരുടെ ജനപിന്തുണ കൂട്ടിയെടുക്കട്ടെ. അങ്ങനെയാണ് വേണ്ടത്. ഇതിനു മുമ്പ് തോറ്റിട്ടുണ്ടല്ലോ. 59 പിരിച്ചു വിട്ട് കഴിഞ്ഞപ്പോ തീർന്നു പോയെന്ന് പറഞ്ഞില്ലേ CPM. പിന്നെ 64 പാർട്ടി രണ്ടായി. അങ്ങനെ ഒന്നുമില്ലാതെ എടുത്തുനിന്നാണല്ലോ CPM വളർന്നു വന്നതും പിന്നെ കേരളത്തിൽ പല പ്രാവശ്യം അധികാരത്തിൽ വന്നതൊക്കെ. തിരിച്ചടികൾ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടുണ്ടായിട്ടുള്ളതല്ല. ഇപ്പൊ ഉണ്ടായതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം കരകയറി വന്നിട്ടുണ്ട്. അതിനൊക്കെ എന്തൊക്കെ പിന്നെ നടപടികൾ എടുക്കണമെന്നും ഏത് രീതിയിൽ തിരുത്തുകൾ വരുത്തി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണല്ലോ CPM-ഉം ഇടതുപക്ഷവും ഒക്കെ. കൃത്യമാണ്. അപ്പോൾ അത് അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ശ്രീ നാരായണൻ എന്നോടൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ നാരായണൻ, നമ്മുടെ ഒരു ഇടതു സഹയാത്രികനായ നമ്മുടെ മണിമല കൃഷ്ണൻകുട്ടി പറയുന്നത് ഇത് നേരത്തെയും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു താൽക്കാലികമായ ചില തിരിച്ചടിയായി കണ്ടാൽ മതി. ഇത് BJP-ക്ക് സ്ഥായിയായി കേരളത്തിൽ അങ്ങനെ ശക്തിയായി വരാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു LDF UDF ഐക്യം ഒന്നും ആവശ്യമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറയുന്നു. അങ്ങ് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ BJP-ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ ഒരു അവസരം കൊടുക്കണമെന്നും അതിന്റെ അവരെ ഭരണം കണ്ടിട്ട് അവിടെ എത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം വിലയിരുത്തിയിട്ട് അതിനുശേഷം അവർക്ക് 2 പാർട്ടിക്ക് ഒരു യോജിക്കാലോ. മോശമാണെങ്കിൽ അപ്പൊ അവർക്കൊരു അവസരം മാൻഡേറ്റ് അവര് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതാ ചെയ്യണ്ടേ. ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ. അല്ലാതെ ഈ കള്ളത്തരത്തിലുള്ള കൂട്ടുകെട്ട് അപ്പോൾ നടത്തിയിട്ട് അങ്ങനെ ജയിച്ചു പോയി അത് ജനങ്ങളെ ക്രെഡിബിലിറ്റി ക്രൈസിസ് ആയിരിക്കും. എന്റെ വിശ്വാസം അതാണ്. കാരണം ഞാനൊരു BJP അനുഭാവി കൂടിയാണ്. ഞാൻ 68 വയസ്സായി. ഞാൻ 40 കൊല്ലമായിട്ട് BJP-ന്റെ ആൾ തന്നെയാണ്. അപ്പൊ ഈ കണ്ണൂരെല്ലാം പിന്നെ ഈ കൊലപാതകവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. മൊത്തത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും പിന്നെ BJP തമ്മിൽ ഒരു അഗനിസ്റ്റ് ഉണ്ടെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നതാണ് കേരളത്തിന് നല്ലത്. കൊലപാതകം അവരെ നിർത്തിക്കഴിഞ്ഞാൽ ഒരു കണക്കിന് അതാണ് നല്ലത്. ശ്രീ നാരായണൻ, കണ്ണൂർ എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ കണ്ണൂർ മയിൽ എന്ന് പറയും. മയിലൊക്കെ എനിക്കറിയാം. മയിലാണ് ഞാൻ. മയിൽ തന്നെ ഇപ്പൊ താമസം. എന്റെ വീട് ഞാൻ കൊളച്ചേരി പഞ്ചായത്തിലാണ് ഇപ്പൊ താൽക്കാലികമായിട്ട്. മയിലിൽ എനിക്കൊരു വളരെ അടുത്ത സുഹൃത്തുണ്ട്, മനോജ് മയിൽ. അതായത് ഒരു മാധ്യമ പ്രവർത്തകനാണ് അവിടെ കണ്ണൂരിലെ മനോജ്. എനിക്കറിയാവുന്ന സ്ഥലമാണ്. അപ്പൊ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അവസരം കിട്ടിയാൽ നന്ദി. ശരി, താങ്ക് യു.
അപ്പോൾ സന്തോഷ് കുമാർ എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. സന്തോഷ് കുമാർ, ജനകീയ മാൻഡേറ്റ് കിട്ടിയ സ്ഥലങ്ങളിൽ BJPയെ ഭരിക്കാൻ അനുവദിക്കട്ടെ എന്ന ന്യായം സന്തോഷ് കുമാർ അംഗീകരിക്കുമോ? ഒരിക്കലില്ല സാറ്. സംഭവം എന്താ വെച്ചാല് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഇപ്പൊ BJPക്ക് ഇത്രയും സീറ്റ് കിട്ടിയില്ലേ, അതിന്റെ അകത്ത് നിങ്ങൾ തന്നെ എത്രയോ ചാനലുകൾ ചർച്ച ചെയ്തില്ലേ, എത്രയ്ക്കോ സ്ഥലത്ത് UDFന് പോയിട്ടില്ല എന്നുള്ളത് അല്ലെ? അതേമാതിരി തന്നെ ഇപ്പൊ ഇതിന് മുന്നേ ഇവിടെ പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപി ജയിച്ചത് എത്ര വോട്ട് UDFന്റെ വോട്ടാണ് സാറ് നഷ്ടപ്പെട്ടത്? ഇതൊക്കെ എല്ലാവർക്കും അറിയണല്ലേ. ശരിക്കും വേണ്ടത് LDFന്റെ ആളുകൾ ചാനൽ ചർച്ച നിന്നിട്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ ജനങ്ങൾ ശ്രദ്ധയിലേക്ക് വരുത്താനുണ്ട്. ഇത് കൂടുതൽ എത്തിയിട്ടില്ല. അത് എത്തണം. അതായത് ഇവിടുത്തെ ലൈഫ് പദ്ധതി എത്ര ആളുകൾക്ക് വീട് കൊടുത്ത്, ഇതൊക്കെ ശരിക്കും ചില ആളുകൾ പറയണ്ടേ അത് BJPന്റെ പൈസ എത്ര ഉണ്ടെന്നുള്ള സാറ് ഇവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരന്റെ വീട്ടിലേക്ക് എത്തിക്കണം LDF ഗവൺമെന്റ്. അത് കഴിഞ്ഞില്ല, സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിയില്ല. എത്തിയിട്ടില്ല, ശരിക്കും എത്തിയിട്ടില്ല. ഇവിടെ എന്താ ചർച്ച ചെയ്ത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഒന്നും ചർച്ച ചെയ്തില്ല. ഇവിടെ ചെയ്തത് ഈ ശബരിമലയും മറ്റേ രാഹുൽ മാങ്കുളത്തിലെ പ്രശ്നം മറ്റേതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്ത് കൊണ്ടുവന്നത്. ശരിക്കും ഇവിടുത്തെ ഒരു വികസനം ചർച്ച നടന്നില്ല. കാര്യങ്ങളും വികസനവും ഒന്നും ചർച്ച ചെയ്തില്ല. ജനങ്ങൾ ഒന്നും ചർച്ച ചെയ്തില്ല. എന്താ വെച്ചാൽ ജനങ്ങൾ ഇപ്പൊ എന്താ പറയുക, ഇവിടെ സാധാരണക്കാരില്ല സാറേ. ശരിക്കും ഇവിടെ ഇപ്പൊ അത്യാവശ്യം ജീവിക്കാൻ എല്ലാവർക്കായി, വീടായി. ഇതുവരെ കക്കൂസ് ഇല്ലാത്ത എത്ര ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടായി. ഒരുത്തന്റെ തുണിയിലൊക്കെ ഇവിടേക്ക് പാടേണ്ട ആവശ്യം വരില്ല. ഇതൊക്കെ ഈ LDF ഗവൺമെന്റ് കൊണ്ടുവന്നല്ലേ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം അഭിലാഷ് ചേർന്നിട്ടുണ്ട്. ഈ ഇന്ത്യ മുന്നണി കേരളത്തിൽ നിലവിൽ വന്നു എന്ന് തന്നെയാണ് അഭിലാഷ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് സൂപ്പറാണെന്ന് നമ്മുടെ ക്രിസ് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ക്രിസ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിസിനോട് ചെറിയൊരു സ്നേഹമുണ്ട്. എന്നെ പുകഴ്ത്തുന്നത് കൊണ്ടാണ് അത് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. അപ്പോൾ മോഹനൻ എന്നോട് പറയുന്നത് ഇത് അപ്പം കണ്ട ആളുകളെ നമ്മൾ ഇത് എടുക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സുനിൽകുമാർ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കണ്ടിട്ട് ഗുണമുണ്ടെങ്കിൽ മാത്രം അവരെ വീണ്ടും ജയിപ്പിച്ചാൽ പോരെ, അവസരം കൊടുക്കാതെ ആരെയും വിലയിരുത്താനാവില്ല, താക്കോൽ ജനങ്ങളുടെ കയ്യിലാണല്ലോ എന്ന് എന്നോട് പറയുന്നു. അപ്പോൾ അഭിലാഷ് എന്നോട് പറയുന്നത് BJP എന്ന എങ്ങനെയും കേരളത്തിൽ പിടിച്ചു എങ്കിൽ നാളെ കേരളം പിടിക്കും എന്നാണ് പറയുന്നത്. ഇന്ന് തലസ്ഥാനം പിടിച്ചെങ്കിൽ നാളെ ഓക്കെ അഭിലാഷ് പറയുന്നത് BJP ഇന്ന് തലസ്ഥാനം പിടിച്ചെങ്കിൽ നാളെ കേരളം പിടിക്കും എന്നാണ്. ഓക്കെ, BJP ഇന്ന് തലസ്ഥാനം പിടിച്ചെങ്കിൽ ഓക്കെ എന്നൊക്കെ 100% ഇടുന്നുണ്ട്. സർക്കാരിൻ്റെ നേട്ടം കൊള്ള മാത്രമാണ് എന്ന് പരിഹസിക്കുകയാണ് സുനിൽ. അപ്പോൾ നമ്മുടെ ഇദ്ദേഹത്തിനുള്ളൊരു മറുപടിയാണ്. ഓക്കെ, രാജീവ് എന്നോടൊപ്പം ചേർന്ന് ചാലക്കുടിയിൽ നിന്നാണ്. ശ്രീ രാജീവ്. യെസ്, നമസ്കാരം. നമസ്കാരം. ശ്രീ രാജീവ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ പോയിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ അങ്ങനെ ഒരു പാർട്ടിയുടെയും അങ്ങനെ ഒരു സ്ഥിരം ഒരാളായിട്ട് നിൽക്കുന്ന ഒരാളല്ല. ആര് നല്ലത് ചെയ്യുന്നു അവരെ പിന്താങ്ങുക. അതെ, ഞങ്ങളിവിടെ ഇപ്പൊ എന്റെ പഞ്ചായത്ത് വരുന്നത് മാള പഞ്ചായത്താണ്. പണ്ട് നമ്മുടെ ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന പഞ്ചായത്താണ്. ഇന്ന് ആ മണ്ഡലം ഇല്ല. അപ്പോ ഇന്നിപ്പോ ഞങ്ങള് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇവിടെ ഞങ്ങളുടെ വാർഡില് മാള പഞ്ചായത്തിന്റെ ഞങ്ങളുടെ വാർഡിൽ ഇപ്പോ കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കാം 3 പാർട്ടിയെയും മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. അപ്പൊ ഇതിന്റെ കാരണം ഇവരാരും തന്നെ കൃത്യമായി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണമെന്ന് പറയണത് അവരുടെ ഒരു ഔദാര്യമായിട്ടാണ് അവർ ഈ വിളിച്ചു പറയണത് മുഴുവൻ. ഇപ്പൊ ഇവര് തന്നെ നടപ്പിലാക്കിയുള്ള പല നിരോധിച്ചിട്ടുള്ള പല ഫ്ലെക്സുകളും കാര്യങ്ങളും ഇതേ പാർട്ടികൾ തന്നെ ഈ ഇലക്ഷൻ സമയത്ത് കൊണ്ടുവരുന്നതിനോട് പോലും നമുക്ക് വളരെ വിരുദ്ധമായ ഇതുണ്ട്. ഇനി വരുന്ന ചെറുപ്പക്കാർ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കും എന്ന് നമ്മൾ കരുതണ്. അപ്പൊ 3 പേര് മാറി മാറി വരിച്ചു, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, 4ാമതൊരാൾ വരട്ടെ എന്ന് കാത്തിരിക്കുന്ന സാഹചര്യമായോ? അല്ല, അതറിയാലോ. ഇപ്പോ നമ്മുടെ കിഴക്കമ്പലത്ത് അതുപോലെയുള്ള ഒരു പാർട്ടി വേറെ പുതിയത് ജന്മം കൊണ്ടത്. ദേശീയ തലത്തിലും അങ്ങനെ ഒരു ആം ആദ്മി വന്നു. പക്ഷെ ഇത് ആര് വന്നാലും ഒരാൾ വിചാരിച്ചാൽ ശരിയാവുന്ന കാര്യങ്ങളല്ല. അവരുടെ ഒരു പുതിയ പാർട്ടി വരുമ്പോ അവരുടെ കൂടെ നിന്നാൽ പല നേട്ടങ്ങളും അവരവർക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂടെ കൂടുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതുവരെ. ശരി, അപ്പൊ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മാളയിൽ നിന്ന് നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ പ്രസന്നൻ കേൾക്കാമോ? അപ്പോൾ മറ്റൊരു മാളക്കാരനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ആളുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതല്ല, പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഐക്യം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഒന്നും ഒരു കാര്യമില്ല. അങ്ങനെയാണോ ശ്രീ പ്രസന്നൻ മാളയിലെ അവസ്ഥ? അല്ല, അത് തീർത്തും ആ രീതിയിൽ മാത്രം വിശകലനം ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഈ പ്രാദേശികമായ ബന്ധങ്ങൾ സ്ഥാപിച്ചാൽ അത് പല അർത്ഥങ്ങളും അതിന് വരും.
ചില തീരുമാനങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ അതിന് എന്താ പറയാ അതിന്റെ തിരിച്ചടികൾ ഉണ്ടാവും എവിടെയെങ്കിലും വെച്ച്. ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പൊ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതേ നിലപാട് ചിലപ്പോ കോഴിക്കോടോ അല്ലെങ്കിൽ മറ്റേ കണ്ണൂരോ മറ്റേതെങ്കിലും സ്ഥലത്ത് ചിലപ്പോ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇപ്പൊ ആരെങ്കിലും കൂടി കമ്മ്യൂണിസ്റ്റിനെതിരായിട്ട് എവിടെയെങ്കിലും ഒരു സഖ്യം വന്നു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് കോൺഗ്രസിനെതിരായിട്ട് സഖ്യം വരും, ചില സ്ഥലത്ത് അപ്പോൾ BJPക്ക് എതിരായിട്ട് സഖ്യം വരും. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. പ്രാദേശികമായിട്ടൊരു ഇതിൽ നിലപാടിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത 3-4 മാസം കഴിയുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയാണ്. ഇപ്പൊ ആരെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുത്താൽ അത് അസംബ്ലി ഇലക്ഷന്റെ പ്രചരണത്തിന് സാരമായിട്ട് ബാധിക്കും. അപ്പൊ ഈ പല പല കാരണങ്ങള് നിർത്തിയിട്ട് അത് ഒരു ആ രീതിയിൽ ആരോഗ്യകരമായിട്ട് തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ. ഉള്ളിൽ ആഗ്രഹം ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരില്ല. ഈ വകത്ത് പ്രശ്നങ്ങള് മുന്നിട്ട് നിൽക്കുന്നതിന്റെ പേരില്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം സലീം കൂടി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ശ്രീ സലീം, മലപ്പുറത്ത് UDF വലിയ നേട്ടമുണ്ടായ ഒരു സ്ഥലമാണ്. അവിടെ ഒരു പക്ഷേ ഒരു UDF CP അല്ലെങ്കിൽ LDF ഐക്യം സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷെ മറ്റിടങ്ങളിൽ BJP ശക്തമാകുന്ന ഇടങ്ങളിൽ അങ്ങനെ ഒരു ഐക്യം വരുന്നതിനെ കുറിച്ച് ശ്രീ സലീം മലപ്പുറംകാരുമൊക്കെ എന്താ പറയുന്നത്? എന്റെ അഭിപ്രായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ UDFും LDFും സഹകരിച്ച് പോകാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നതാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് രണ്ട് ധ്രുവങ്ങളിൽ ആയിട്ട് പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ തലത്തിൽ മറ്റൊരു നിലയാണെങ്കിലും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം രണ്ട് ധ്രുവങ്ങളിലാണ്. ഒരുപക്ഷെ രണ്ട് പാർട്ടികൾക്കും BJPയോട് വരെ അത്ര വിദ്വേഷം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെയാണ് ഇവർ രണ്ടുപേരും. ഓക്കെ, ശരി. അപ്പോൾ വ്യക്തമാണ്, കൃത്യമാണ് അഭിപ്രായം. അപ്പോൾ ശ്രീ ഡേവിഡ് വിജയ് പള്ളുരുത്തി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. കുറേയായി അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട്. അപ്പോൾ ശ്രീ ഡേവിഡ് വിജയ് തിരക്കിലായോ? ഇല്ല, ഞാൻ ഇപ്പൊ നമുക്ക് താല്പര്യമില്ലാത്ത സബ്ജക്റ്റുകളായതുകൊണ്ട് മാത്രം വിളിക്കാത്തത്. താങ്കളല്ല, മറ്റേ കിരൺ ബാബു അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ചില സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് തീരെ താല്പര്യം ഇല്ല. കാരണം ഇപ്പൊ ഞാൻ താങ്കളുടെ ഈ വിഷയം ഞാൻ കണ്ടു. BJPക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ഇവർ യോജിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ ഈ BJPയോട് മാത്രം തൊട്ടുകൂടായ്മന്ന്? ഞാൻ വേറൊരു വിഷയം പറയാൻ പോവാ. താങ്കൾക്ക് അത് ഇറലവന്റ് ആയിട്ട് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് തോന്നും, പക്ഷെ വളരെ ബന്ധമുണ്ട്. ബീഹാറിലെ ദീപാങ്കർ ഭട്ടാചാര്യ അറിയോ? നമ്മളുടെ CPI MLA ദീപാങ്കർ ഭട്ടാചാര്യക്ക് 12 സീറ്റോളം ഉണ്ടായിരുന്ന നല്ലൊരു ശക്തിയായിരുന്നവര്. ദീപാങ്കർ ഭട്ടാചാര്യ അദ്ദേഹത്തിന്റെ അനുയായികളെയൊക്കെ കൊന്നിട്ടുള്ളത് സെയ്ദ് ഷഹാബുദ്ദീൻ എന്ന് പറഞ്ഞൊരു ചങ്ങായിയും എന്താണ്, പിന്നെ പപ്പു യാദവ് എന്തോ വേറൊരു ഗ്യാങ്സ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അങ്ങ് ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. ഈ രാഷ്ട്രീയ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടന ഞാൻ പഠിച്ച ജവഹർലാൽ നെഹ്റു ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റിയിൽ അറിയാം, അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അവിടുത്തെ നേതാവായിരുന്നു ചന്തു എന്ന് വെച്ചാൽ ചന്ദ്രശേഖർ. ഐസ ലീഡറായിരുന്നു, JNUSന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ ഈ ഷഹാബുദ്ദീൻ വകവരുത്തി എന്ന് പറഞ്ഞ് അന്ന് രാഷ്ട്രീയ വ്യത്യാസം എന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ആ ഷഹാബുദ്ദീന്റെ മകന് സീറ്റ് കൊടുത്ത RJDയുടെ കൂടെ ചെന്നിട്ട് ഇവർ ചേർന്നിരിക്കുന്നു. അത് ഞാൻ ചോദിച്ചേ ഇത് നമ്മളൊക്കെ അന്ന് വലിയ പ്രതിഷേധമൊക്കെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ബീഹാർ ഭവനിലേക്ക് മാർച്ച് നടത്തുകയൊക്കെ ചെയ്തല്ലോ. ഇപ്പൊ നിങ്ങൾ ഒന്നിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അച്ഛനോടുള്ള ദേഷ്യം മകനോടില്ലെന്നാണ്. കണ്ടോ, അതുമാതിരിയാണ് വർത്താനം പറയുക, ഒരാശയല്ലേ ഇത്. അപ്പൊ അതുപോലെ ഇവർക്ക് ദീപാങ്കർ ഭട്ടാചാര്യ ഇത്തവണ BJPയോടൊപ്പം നിന്നിരുന്നെങ്കിൽ ആ 12 സീറ്റ് എന്നുള്ളത് ഒരു 22 സീറ്റെങ്കിലും കിട്ടിയേനെ ഇവർക്ക്. അപ്പൊ ഞാൻ അങ്ങ് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർക്കുകയാണ്. അന്ന് ബീഹാർ ഭവനിലേക്ക് ഞാൻ മാർച്ച് നടത്തിയ JNUവിലെ വിദ്യാർത്ഥികളെ ഈ പപ്പു യാദവും അദ്ദേഹത്തിന്റെ അനുയായികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവര് സെക്യൂരിറ്റിക്കാരോട് വെടിവെക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരും പോലീസും പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തോക്ക് വാങ്ങി വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ വരെ തയ്യാറായ ആളുകളാണ് കേട്ടോ. അവരൊക്കെ ഞാൻ പറഞ്ഞില്ല, BJPയെ മാത്രം തൊട്ടുകൂടായ്മ. എന്താ, അവരാരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഇത് വർഗീയതയുടെ കാര്യം പറയാതിരിക്കുക നല്ലത്. ചില ന്യൂനപക്ഷങ്ങള് സമ്മർദ്ദം ചെലുത്തുന്ന കണ്ടിട്ടുണ്ട്. അവിടെ സെന്റ് റീറ്റാസ് സ്കൂളിലൊക്കെ ഉണ്ടായ കണ്ടിട്ടില്ലേ? അതുപോലെ ഇപ്പൊ വേറൊരു ഞാനടങ്ങുന്ന സമുദായം കൊച്ചിൻ മേയർ ആരാവണം എന്നുള്ളതിൽ കയറി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ശരിയായൊരു നടപ്പാണോ ഇതെല്ലാം? ആരെങ്കിലും കഴിവുള്ള ആൾ കോൺഗ്രസിലെ മേയറാവട്ടെ, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമല്ല. അതിന്റെ അകത്തൊക്കെ കയറി വർഗീയ സംഘടനകൾ എന്തിനാ തലയിടുന്നത്? ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഫാദർ സാമുവൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ സാമുവൽ നമ്മുടെ ഒരു വളരെ സ്ഥിരമായിട്ട് നമ്മുടെ ഒരു പ്രേക്ഷകനാണ്, മാത്രമല്ല നമ്മുടെ വളരെ ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഫാദർ സാമുവലുമായിട്ട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി. ഫാദർ സാമുവൽ, ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി കാണും അല്ലേ? ഓക്കെ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്.
ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ശ്രീനിവാസ്. ശ്രീനിവാസിന് ഒരു 2 വാക്ക് പറയാനും ഒരു അനുശോചനം അറിയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് കണക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത് നിർവഹിക്കുക ചെയ്യുന്നത്. എന്റെ അനുശോചനം അറിയിക്കുന്ന കുടുംബത്തോട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ആളായിരുന്നു ശ്രീനിവാസൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. നല്ല പാഠങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയത്തിലൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇനി വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സ്ഥാനമേറ്റ എല്ലാവർക്കും എന്റെ ആശംസകൾ. കാരണം നല്ലൊരു സേവനം നൽകുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയെ ആശംസകളും. മറ്റൊന്ന്, വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു അന്തർധാര ഇപ്പോഴും ഉണ്ട്. സന്ദേശത്തിൽ പറയുന്ന പോലെ തന്നെ അന്തർധാര സജീവമാകും. എപ്പോഴാ? അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് അത് സജീവമായിക്കൊള്ളൂ. അത് UDF, LDF, BJP-നോടോ അല്ലെങ്കിൽ എങ്ങനെയാ ആ ഒരു അന്തർധാര ഉണ്ട്, അത് സജീവമാകും. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ആ ബന്ധം ഉണ്ടായിത്തീർന്നിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ഗംഭീരമായി നടക്കട്ടെ. ഇനി നമ്മൾ സംസാരിക്കും. ആശംസകൾ അങ്ങോട്ട് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതോടൊപ്പം പുതുവർഷത്തിന്റെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ അരുൺ കണ്ണൂർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, കണ്ണൂർ നഗരത്തിൽ നിന്നാണോ വിളിക്കുന്നത്? അരുൺ, നഗരത്തിൽ നിന്നാണോ വിളിക്കുന്നത്? ടൗണിൽ നിന്നാണോ? ടൗണിലല്ല, ഞാൻ വീട്ടിലുള്ള. ഒന്നും കൂടി പറഞ്ഞേ. വീട്ടില്. അല്ല, ഞാൻ ചോദിക്കുന്നത് വീട് എവിടെയാണ് കണ്ണൂരിൽ? കണ്ണൂർ കൂത്തുപറമ്പ്. കൂത്തുപറമ്പ് അത് കുറച്ച് ദൂരെയാണ് നഗരത്തിൽ നിന്ന്. ഞാൻ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള ആളാണോ അറിയാൻ വിളിച്ചാൽ. അപ്പോൾ അവിടെ സ്വാഭാവികമായി ഒരു കോൺഗ്രസ് CPM ഐക്യം കണ്ണൂരിൽ സാധ്യമല്ല എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ BJP ശക്തമാകുന്ന ഇടങ്ങളിൽ മാറി ചിന്തിക്കേണ്ട ഒരു സമയമായോ അരുണേ? ഒരു മാറ്റം നല്ലതല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട്. ഒരു ഐക്യത്തിലേക്ക് വരട്ടെ കാര്യങ്ങൾ എന്നാണ് ശ്രീ അരുൺ പറയുന്നത് അല്ലേ? അതെ അതെ അതെ. പക്ഷെ അവർ ഈ ഇത്രയും കാലം ബദ്ധവൈരികളായി നിന്നത് പിന്നെ ഒന്നിച്ചു പോകുമ്പോൾ ജനം അംഗീകരിക്കുമോ? ജനം അംഗീകരിക്കുന്നതല്ല പറയേണ്ടത്. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പൊ പിന്നെ നമ്മുടെ പാർട്ടി ഗ്രാമം എന്നല്ല പറയുന്നത് കണ്ണൂർക്ക്. ഇപ്പൊ ഇവിടെ ഇപ്പോ വരുന്നത് കോൺഗ്രസ് മാർക്സിസ്റ്റിൻ്റെത്. ശരി, വ്യക്തമാണ്. അപ്പോൾ തങ്കച്ചൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് കോട്ടയത്ത് നിന്നാണ്. ശ്രീ തങ്കച്ചൻ. നമസ്കാരം സാർ. നമസ്കാരം. ഈ കോട്ടയത്ത് പിന്നെ ജോസ് കെ മാണിയൊന്നും ഉണ്ടായിട്ടും ഇടതുപക്ഷത്തിന് വലിയ നേട്ടം ഉണ്ടായില്ല ഇത്തവണ അല്ലേ? അതിന്റെ കാരണം എന്ന് വെച്ചാൽ ജോസ് കെ മാണിന്റെ ചില ശൈലികളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പുറക്കാൻ പറ്റാത്തത്. കാരണം മാണിസാർ ഉണ്ടാകുന്ന ശൈലിയല്ല ജോസ് കെ മാണിന്റെ ശൈലി. മാണിസാർ ഏതൊരോടും ഒരുപോലെ, ഏത് രാഷ്ട്രീയക്കാരും ഒരുപോലെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അതേസമയം ജോസ് കെ മാണിയെ സംബന്ധിച്ച് എനിക്ക് ആർക്കറിയാവുന്നല്ലോ, ജോസ് കെ മാണിയെ സംബന്ധിച്ച് രാഷ്ട്രീയ രീതിയിൽ തന്നെ ചിന്തിച്ച് ആർക്കും എന്തും ചെയ്യാൻ മടിച്ചിട്ടില്ലാത്ത ഒരാളായിരുന്നു മാണി സാറ്. പക്ഷെ ജോസ് കെ മാണി അങ്ങനെയല്ല. അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതിന്റെയൊക്കെ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഓരോത്തിലും യൂത്ത് ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമുക്കറിയാം. നമ്മുടെ ഇപ്പൊ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ LDF UDF ധാരണ ഒരിക്കലും ഉണ്ടാകില്ല സാറേ. എപ്പോഴും ശത്രുവായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ പണ്ട് കാലം കൊണ്ട് കണ്ടുകൊണ്ടിരുന്ന നമുക്കറിയാലോ. വിശ്വനാഥ് പ്രതാപ് സിംഗ് ഭരിച്ച കാലത്ത് BJP കോൺഗ്രസിനെ പുറത്താക്കാൻ വേണ്ടി BJPയോടൊപ്പം കൂട്ടുകൂടിയ ആളാണ് ഈ CPM. അങ്ങനെ ഒരു കാലം എപ്പോഴും അവർ ശത്രുത മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ്. അതിൽ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ പിന്തള്ളി എപ്പോഴും വർത്താനം പറയും. എന്നുവെച്ചാൽ നമുക്കറിയാം മുലായം സിംഗ് രഥയാത്ര തടയുമെന്ന് മുലായം സിംഗ് പറഞ്ഞപ്പോൾ നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രി ലല്ലു പ്രസാദ് യാദവ് പറഞ്ഞപ്പോൾ അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ എന്തിനാണ് കാലിക്കറ്റ് കുംഭകോണത്തിൽ 95 കോടി രൂപയുടെ അഴിമതിയായിട്ട് ഇയാളെ ജയിലിലിറക്കേണ്ടി വന്നു? ഇതൊക്കെ അവർ എപ്പോഴും ശത്രുക്കളായിട്ടാണ് അവർക്ക് ഇഷ്ടമല്ലാത്തവർ എപ്പോഴും ശത്രുക്കളായിട്ട് കാണും. അതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിലോ ദേശീയ തലത്തിലോ CPM ഒരിക്കലും ധാരണ ഉണ്ടാകത്തില്ല. ശരി, വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ ചാത്തന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഇത് ഒരു ദേശീയ ഐക്യം വേണം എന്ന് ഇടതുമുന്നണിക്കകത്ത് അഭിപ്രായം ഉണ്ടോ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ? അത് കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും പറയാൻ സാധ്യതയുണ്ടോ? സംസ്ഥാന തലത്തിൽ ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം ഞങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയവും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ സസൂക്ഷ്മം പരിശോധിക്കുകയും അതിനേക്കാൾ ഉപരി പാർട്ടി തലത്തിലുള്ള തീരുമാനത്തിനേക്കാളും ബഹുമാനപ്പെട്ട താങ്കൾക്ക് നമുക്കൊക്കെ പ്രായോഗികമായിട്ടൊരു ചിന്താശേഷി ഉണ്ടല്ലോ. അപ്പോ അങ്ങനെയൊക്കെ പലയിടത്തും ഒരുപക്ഷെ BJP എതിർക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ളൊരു ധാരണ വേണം എന്ന്
അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ വരുമ്പോൾ ദേശീയ തലത്തിൽ UPA സംവിധാനം ഉണ്ടെങ്കിലും അത് കേരളത്തിൽ വരുമ്പോൾ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഇരുന്ന പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് അത് ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാൻ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് അവർക്കുണ്ടാകും. അത് തിരുവനന്തപുരത്തായാലും അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നല്ലോ. സ്വതന്ത്രനെ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ UDF LDF പരസ്പരം പിന്തുണയ്ക്കും. ഇങ്ങനെയൊക്കെ അവർക്ക് ഒരു പക്ഷേ വേറിട്ട് വ്യക്തിപരമായിട്ട് നേതാക്കൾക്ക് താല്പര്യം കാണുമായിരിക്കുമെങ്കിലും പ്രായോഗികമായിട്ട് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാനും അത് എതിർകക്ഷിക്ക് പ്രത്യേകിച്ച് BJPക്കൊക്കെ കൊടുക്കുന്ന ഒരു ആയുധമായിരിക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്. അതുകൊണ്ട് കേരളത്തിൽ അത് ശരിയല്ല എന്നുള്ള ആണ് ഇടതുപക്ഷ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് താഴെത്തട്ടിലുള്ള. അപ്പോൾ തൽക്കാലം ഇപ്പോൾ BJP കൂടുതൽ ആളുകൾ ജയിച്ചെടുത്ത് അവർ ഭരിക്കട്ടെ, നോക്കാം. എന്നിട്ട് അത് പിന്നീട് ജനാധിപത്യ സംവിധാനമാണ്, അത് അംഗീകരിക്കണം. ഒരിക്കലും പ്രായോഗികമായിട്ട് അട്ടിമറിക്കുന്നത് അതൊരു ജനാധിപത്യ രീതിക്ക് ശരിയല്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരൻ, സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ അഭിപ്രായം അതാണ്. നമുക്ക് ഒരിക്കലും ജനഹിതത്തിനെ നമ്മൾ മാനിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പ്രതിപക്ഷമൊന്നും വിഷയമല്ലെന്ന് എന്റെയൊക്കെ അഭിപ്രായം. ഞങ്ങളൊക്കെ ഫുൾ ടൈം, എനിക്ക് 56 വയസ്സുണ്ട്, ഇപ്പോഴും ഞങ്ങളൊക്കെ ചെറുകൂടെ ഫുൾ ടൈം സജീവ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നവരാണ്. നമ്മൾ പ്രവർത്തിച്ച് നേടുക. ഈ ഇന്ന് ജയിച്ചവരാരും ഇന്നലെ കളിൽ പരിപൂർണമായി ജയിച്ചവരല്ല. അപ്പൊ ജയപരാജയങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായും എക്കാലത്തും ഒരു പാർട്ടിയോടും ആഭിമുഖ്യമില്ല. ആരാണോ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് അത്തരത്തിലുള്ളവർക്ക് പാർട്ടി വോട്ട് ചെയ്യും എന്നുള്ള, ജനങ്ങൾ വോട്ട് ചെയ്യും. അതാണ് കാണുന്നത്. അപ്പൊ മത്സരിച്ച് പ്രവർത്തിക്കുക, ഊർജ്ജത്തോടെ പ്രവർത്തിക്കുക. അതാണ് ഒരു സജീവ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ് എനിക്ക് തേജസ് എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേർന്നുണ്ട്. തേജസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ BJPയെ തടയിടാൻ ഒരു ഇടത് വലത് കൂട്ടായ്മ ഉണ്ടാകും എന്ന് കരുതാൻ ആകുമോ? യെസ്, ഞാൻ തേജസിലേക്ക് വരാം. തേജസിൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം സംഭവിച്ചു. അതിൽ സതി ബാബുരാജ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്ക് അറിയാൻ പ്രിയപ്പെട്ട നമ്മുടെ ഒരു പ്രേക്ഷകയാണ് സതി ബാബുരാജും അതവരുടെ ഭർത്താവും. നമസ്കാരം മനു എന്ന് പറയുന്നു. ദിസ് സബ്ജക്റ്റ് ഈസ് ഗുഡ് ആൻഡ് ഈസ് പോസിബിൾ. വിഷ് യു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രേക്ഷകരൊക്കെ ക്രിസ്മസും ഒക്കെ ആഘോഷിക്കാനും അതിൻ്റെ തയ്യാറെടുപ്പുകൾ, പുതുവത്സരത്തെ വരവേൽക്കാനും ഒക്കെ നിൽക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. നമുക്ക് വരും ദിവസങ്ങളിലും കൂടുതൽ വിശാലമായ വിഷയങ്ങൾ എടുക്കണം. ഞാനിത് യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു, ഈ ഇടത് വലത് ഐക്യം സാധ്യമാണോ എന്നത്. അപ്പോൾ LDF UDF കൂട്ടുകെട്ട് ഉണ്ടാകുമോ എന്ന് പറയുമ്പോൾ നമുക്ക് 40% ആളുകൾ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 60% അത് തള്ളിക്കളയുകയാണ്. പക്ഷേ 40% ആളുകൾ വലിയ തോതിലുള്ള വോട്ടിങ്ങാണെന്ന് നടന്നത്. അപ്പോൾ 40%-ഓളം ആളുകൾ അത് പറയുന്നത് അതിനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ്. അപ്പോൾ അത് പൂർണ്ണമായി അടഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുരേഷ് ബാബു എന്നോട് പക്ഷേ പറയുന്നത് ഒരിക്കലും അവർ ഒന്നിക്കില്ല, ഒന്നിച്ചിട്ടും വലിയ കാര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ജനഹിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തോൽവി ഒരിക്കലും ആത്യന്തികമല്ല. അതിനപ്പുറത്തേക്ക് ഒരു കാലമുണ്ട്. ജനങ്ങളോട് ഒപ്പം നിന്ന് അവരുടെ കൂടുതൽ പിന്തുണ നേടാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ശ്രമിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാകണം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. താൽക്കാലികവും നൈമിഷികവുമായ ജയപരാജയങ്ങളിൽ നിരാശരാകാതെ, അതുപോലെ അഹങ്കരിക്കാതെ ഒന്നിച്ചൊന്നായി മുന്നോട്ട് പോകാൻ നാടിനെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നാളെ നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.